ആരംഭിക്കുന്ന സുവിശേഷ യോഗങ്ങളുടെ പ്രാരംഭരാത്രിയിൽ ഇത്രയും പ്രിയപ്പെട്ടവർക്ക് കടന്നു വരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം അവസരമൊരുക്കി ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ദൈവസഭ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് പ്രയത്നിച്ചു വന്നു. ആ നിലയിൽ നമുക്കൊന്നിച്ച് ദൈവ സന്നിധിയിലായിരിക്കുവാൻ, അനുഗ്രഹീതമായിരിക്കുന്ന ഗാനങ്ങൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആത്മീയ സന്തോഷത്തിൽ സന്തോഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു. കാലാവസ്ഥയെ അനുകൂലമാക്കി നൽകി. ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കുന്നു. ഇന്ന് ഈ യോഗത്തിൽ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, സഹോദരി സഹോദരന്മാർ, ഞങ്ങളുടെ സ്നേഹിതർ, ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മഹനീയ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കാം. നമ്മുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും തണുപ്പുമൊക്കെ പകരുന്ന വളരെ ആശ്വാസ ഗീതങ്ങൾ, അനുഗ്രഹീതമായ പാട്ടുകൾ പാടുവാൻ പ്രിയ കർത്താവിന്റെ ദാസൻ ഷാജു ചന്നപ്പേട്ട അവരുടെ ക്ഷേമത്തോടുകൂടെ ഈ ദേശത്ത് കൂട്ടിവരുത്തി നമുക്കൊക്കെ ഒന്നിച്ച് പാടി ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം അവസരം നൽകി. ഇവിടെയുള്ള കർത്താവിന്റെ ദാസനെ ഓർത്ത്, പ്രിയ അപ്പച്ചനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. താൻ ഇതിനൊക്കെ വളരെ താല്പര്യത്തോടുകൂടെ, പ്രത്യേകിച്ച് കർത്താവിന്റെ സുവിശേഷത്തിന് മാതൃകയോടുകൂടെ സാക്ഷ്യം പുലർത്തുവാൻ, അനേകർക്ക് ആശ്വാസവും അനേകരെ പ്രോത്സാഹിപ്പിക്കുവാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്നു, തുടർന്നും സഹായിക്കണം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ ദേശത്ത് കർത്താവിന്റെ വചനം, സുവിശേഷ സന്ദേശം അറിയിക്കുവാൻ ദൈവസഭ പിന്തുണ നൽകി. ദൈവസഭ അതിനായി പരിശ്രമിച്ചു. ഈ വർഷം ഇതിലേക്കും കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സംജാതമാക്കിയത് ദൈവത്തിനെല്ലാം മഹത്വവും അർപ്പിക്കുന്നു. ഇന്നത്തെ സന്ദേശത്തിന് ആധാരമായി നമുക്കെല്ലാവർക്കും മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. കർത്താവിന് മഹത്വം. ദൈവം അനുവദിച്ച ഇന്ന് രാത്രിയിലും വരുന്ന 2 രാത്രികളിലും ഈ അധ്യായത്തെ അടിസ്ഥാനമാക്കി ഈ ദേശത്തോട് സ്വർഗത്തിലെ ദൈവം അറിയിക്കേണ്ട സന്ദേശങ്ങൾ നമുക്കൊന്നിച്ച് ദൈവ പ്രാർത്ഥനയോടുകൂടെ, ദൈവസാന്നിധ്യ ബോധത്തിലോടുകൂടി ഇന്ന് നമുക്ക് ശ്രമിക്കാം. വിശുദ്ധ ബൈബിൾ 66 പുസ്തകങ്ങളുള്ള ഗ്രന്ഥമാണ്. അതിൽ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും 2ആയിട്ട് വേർതിരിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രാരംഭ 4 ഗ്രന്ഥങ്ങൾ സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്നു. മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. ഈ 4 സുവിശേഷങ്ങളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ 4 സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിനെ വ്യത്യസ്തമായിരിക്കുന്ന വീക്ഷണകോണുകളിൽ നിന്നുകൊണ്ടാണ് ഈ എഴുത്തുകാർ ചിത്രീകരിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ രാജാവായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മനുഷ്യനായി ചിത്രീകരിച്ചിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ദാസനായിട്ട് ചിത്രീകരിച്ചിരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം ദൈവമായി, ദൈവപുത്രനായി യേശുക്രിസ്തുവിനെ വരച്ച് കാണിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവകാലത്ത് നിരവധി സ്ഥലങ്ങൾ കർത്താവ് സന്ദർശിച്ചിട്ടുണ്ട്. പാലസ്തീന്റെ മണ്ണിൽ നെടുകയും കുറുകയും നമ്മുടെ കർത്താവ് സഞ്ചരിച്ചു. പല ദേശങ്ങളിൽ കർത്താവ് കടന്നെത്തിയിട്ടുണ്ട്. നാം ഈ വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവ് ശിഷ്യന്മാരും ഒരു പട്ടണത്തിലേക്ക് കടന്നു വരികയാണ്. ഫിലിപ്പിന്റെ കൈസര്യ എന്ന പട്ടണത്തിലേക്ക് വരുന്നു. യഹൂദ അന്ന് ഭരിച്ചിരുന്ന രാജാവായിരുന്നു, ഹെരോദ രാജാവായിരുന്നു ഫിലിപ്പ് എന്ന ഹെരോദ രാജാവ്.
അദ്ദേഹം പണി കഴിപ്പിച്ച ഒരു പട്ടണമാണ് കൈസരിയ എന്ന പട്ടണം. കൈസരിയ എന്ന പട്ടണത്തിന് ആ പേര് വരുവാൻ കാരണം ഫിലിപ്പ് ഈ പട്ടണം പണിതത് അന്ന് ലോകം ഭരിച്ചുകൊണ്ടിരുന്ന റോമൻ ചക്രവർത്തിയായിരുന്ന കൈസറിന്റെ നാമത്തിലായിരുന്നു. കൈസറിന് ആദര സൂചകമായി കൈസറിനോടുള്ള തന്റെ ആരാധന കൊണ്ട് ഫിലിപ്പ് ഹെരോദ രാജാവ് ഇവിടെ ഈ പട്ടണത്തിന് കൈസരിയ എന്ന പേര് ഇട്ടു. നമുക്കറിയാം, ഇന്നും നമ്മുടെ ഈ ദേശത്തും കേരളത്തിൽ പല സ്ഥലങ്ങളിൽ പല റോഡുകൾക്കും പല പട്ടണങ്ങൾക്കും പല കവലകൾക്കുമൊക്കെ ചില ആളുകളുടെ പേരൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ദേശത്ത് ജീവിക്കുകയും ചില നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത വ്യക്തികളുടെ പേരിൽ അവരോടുള്ള ആദര സൂചകമായി നാമങ്ങളൊക്കെ ആ റോഡിനോ സ്ഥലത്തിനോ ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കത് അറിയുകയും ചെയ്യാം. അതുപോലെ ഇവിടെ ഇതാ ഫിലിപ്പ് രാജാവ് റോമൻ ചക്രവർത്തിയായ കൈസറിന്റെ നാമത്തിൽ കൈസരിയ എന്ന ഈ പട്ടണം പണിതു. ഈ പട്ടണത്തിന് അനേക പ്രത്യേകത ഉണ്ട് എങ്കിലും എല്ലാം വിശദീകരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഈ പട്ടണം അറിയപ്പെടുന്നത് ബാലിന്റെ ആരാധനയുടെ കേന്ദ്രമാണ്. മതത്തിന്റെ ഒരു കേന്ദ്രം, അന്ധവിശ്വാസങ്ങളുടെ ഒരു കേന്ദ്രം, ദുരാചാരങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു ഈ ഫിലിപ്പിന്റെ കൈസരിയ എന്ന പട്ടണം. ഇവിടെ ഇതാ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നടന്നു വരികയാണ്. തന്റെ ശിഷ്യന്മാരുമായി കടന്നു വന്ന് സുവിശേഷങ്ങളിൽ നാം വായിക്കുമ്പോൾ ഒറ്റ പ്രാവശ്യം മാത്രമേ കർത്താവായ യേശു ക്രിസ്തു ഈ കൈസരിയ എന്ന പട്ടണത്തിൽ വന്നിട്ടുള്ളൂ. എന്നാൽ ഈ ഒരൊറ്റ കടന്നുവരവിനോടുകൂടെ തന്നെ കർത്താവായ യേശു ക്രിസ്തു വലിയൊരു ആത്മീയ സത്യം അവിടെ പഠിപ്പിച്ചു. കർത്താവായ യേശു ക്രിസ്തു തന്നെ ആ ദേശത്ത് നിന്നുകൊണ്ട് വെളിപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രിയിൽ ആലത്തൂർ ദേശത്തോട് ഞങ്ങൾക്ക് വിളിച്ചറിയിക്കുവാനുള്ളത്, ദൈവസഭ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന സുവിശേഷ യോഗങ്ങളിൽ വിളിച്ചറിയിക്കുവാനുള്ള വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൈസരിയ എന്ന പട്ടണത്തിൽ നിന്നുകൊണ്ട് വിളിച്ച് അറിയിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യേശു ക്രിസ്തു ഏത് ദേശത്ത് ചെന്നോ ആ ദേശത്തൊക്കെ പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത? എന്താണ് ഇതിനത്ര പ്രത്യേകത ഉള്ളത്? ഇത് എന്തുകൊണ്ട് ഇത്ര നിസ്തുല്യമായിരിക്കണം? അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, അതാണ് ഞങ്ങളുടെ സുവിശേഷം. ഇന്ന് രാത്രിയിലും ദൈവം അനുവദിച്ചാൽ വരുന്ന രാത്രികളിൽ ഈ ദേശത്തോട് ഞങ്ങൾക്ക് വിളിച്ചറിയിക്കുവാനുള്ള സുവിശേഷം എന്ന് പറയുന്നത് അതൊരു വ്യക്തിയെ കുറിച്ചാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ യേശു ക്രിസ്തു എവിടെയൊക്കെ കടന്നു ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതെല്ലാം ദേശത്ത് എത്തിയിട്ടുണ്ടോ ആ ദേശത്തിന് ചില പ്രത്യേകതകൾ സംഭവിച്ചിട്ടുണ്ട്. ആ ദേശത്ത് ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില ജീവിതങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒന്ന് പറയട്ടെ, ആഫ്രിക്കയിലെ നരഭോജികളായിരിക്കുന്ന ആളുകളെ നരസ്നേഹികളാക്കി തീർത്തത് ഈ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അവിടെ എത്തിച്ചേർന്നത് കൊണ്ടാണ്. അനേക കുടുംബങ്ങളിൽ തലവേദനകളായിരുന്ന വ്യക്തിത്വങ്ങൾ, പോലീസുകാർക്ക് തലവേദനയായിരുന്ന ആളുകളൊക്കെ ജീവിതം മാറി മറിഞ്ഞ് മാതൃകയോടുകൂടി ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ കാരണമായി തീർന്നത് അവർ കണ്ടെത്തിയ എന്തെങ്കിലും പ്രത്യേക ശാസ്ത്രമോ ഏതെങ്കിലും പഠനമോ ഒന്നുമല്ല, ഈ സുവിശേഷം അഥവാ യേശു ക്രിസ്തു അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ്. ഇന്ന് രാത്രിയിൽ ഈ ദേശത്തോട് ഞങ്ങൾക്ക് അറിയിക്കുവാനുള്ളത് ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ഇന്ന് രാത്രിയിലെ സന്ദേശം പോരാ, വരുന്ന രാത്രിയിലെ സന്ദേശങ്ങൾ കർത്താവിന്റെ ഈ സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ കഴിയും. ചില സവിശേഷതകൾ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞ് ഈ വേദഭാഗത്തേക്ക് മടങ്ങി വരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഈ സുവിശേഷത്തിന്റെ അത്ഭുതം എന്ന് പറയുന്നത് ഇത് പരിവർത്തനം നടത്തുന്ന സുവിശേഷമാണ്. ചില ആളുകളൊക്കെ സുവിശേഷത്തെ നോക്കി പറയാറുണ്ട്, ഈ സുവിശേഷം ഇവരെ പ്രസംഗിക്കുന്നത് ക്രിസ്തീയ മതത്തിലേക്ക് ആളുകളെ ചേർക്കുവാൻ ഒരു മതപരിവർത്തനമാണെന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഇങ്ങനെ പറയട്ടെ, ഈ സുവിശേഷം ഒരു വ്യക്തിയെയും മറ്റൊരു മതത്തിലേക്ക് ചേർക്കുന്ന ഒരു മതപരിവർത്തനത്തിന്റെ സന്ദേശമല്ല. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, മനപരിവർത്തനത്തിന്റെ, മനസ്സിൽ വ്യത്യാസം വരുന്ന, ഹൃദയത്തിൽ വ്യത്യാസം വരുത്തുന്ന ഒരു സന്ദേശം ഈ ലോകം കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ഈ യേശുക്രിസ്തുവിന്റെ സുവിശേഷ സന്ദേശം മാത്രമാണ്. ഈ സന്ദേശം വിളിച്ചറിയിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ. ഒന്ന്, ഈ സുവിശേഷത്തിന്റെ സന്ദേശത്തിന്റെ പ്രത്യേകത ഇത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ അനേക ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് സ്നേഹത്തിന്റെ പിന്നാലെയാണ്. ലോകത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പദം എന്തെന്ന് ചോദിച്ചാൽ അത് സ്നേഹമാണ്. ഈ ലോകം ഇന്ന് അന്വേഷിക്കുന്നത് സ്നേഹത്തിന് വേണ്ടിയാണ്. ഭാര്യ ഭർത്താവിൽ നിന്നും ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. ഭർത്താവ് ഭാര്യയിൽ നിന്നും ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. മാതാപിതാക്കൾ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്. എന്നാൽ വളരെ ദുഃഖത്തോടെ ഞാൻ പറയട്ടെ, ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ലോകം കാണിച്ചു തരുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇന്ന് സ്നേഹം എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു ലോകത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ആളുകൾക്ക് ആവശ്യം സ്നേഹം, എന്നാൽ ഇല്ലാത്തതോ സ്നേഹം തന്നെയാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഒരുപക്ഷെ പത്രത്തിലൂടെയും വാർത്തയിലൂടെയും ഒക്കെ അറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. ബാംഗ്ലൂരിൽ
പെറ്റ അമ്മ 4 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു ബാലനെ കരുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി പെട്ടിയിലാക്കി പോയ ഒരു സംഭവം എത്ര ദാരുണമാണ്, ഹൃദയ നൊമ്പരം നൽകുന്നതാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പെറ്റ തള്ളയ്ക്ക് മക്കളോട് സ്നേഹമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹമാണ്. നാം സാധാരണ കുടുംബത്തെ നോക്കി ഇങ്ങനെ പറയാറുണ്ട്, കൂടുമ്പോൾ ഇമ്പം നൽകുന്നതാണ് കുടുംബം. എന്നാൽ ഇങ്ങനെ മാറ്റി പറയേണ്ടിയിരിക്കുന്നു, കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാകുന്ന കുടുംബങ്ങളായി ഇന്നത്തെ കുടുംബങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് എത്രയോ വസ്തുതയാണ്. ഇങ്ങനെ സ്നേഹമില്ലാത്ത ഈ ലോകത്തോ നോക്കിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം വിളിച്ചറിയിക്കുന്ന, യേശുക്രിസ്തു വിളിച്ചറിയിക്കുന്ന ഈ സുവിശേഷത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഇത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. ഇത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ക്രൈസ്തവർക്കൊക്കെയും അല്ല, ബൈബിൾ പരിചിതമായിരിക്കുന്ന സകല ആളുകൾക്കും വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. അവിടെ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ സുവിശേഷ സന്ദേശം അത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. എന്ത് സ്നേഹമാണ്? ലോകത്തെ സ്വർഗത്തിലെ ദൈവം സ്നേഹിക്കുന്നുവെന്ന് വിളിച്ചറിയിക്കുന്ന സന്ദേശം. നിങ്ങളുടെ നിറം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ, വിദ്യാഭ്യാസ യോഗ്യത നോക്കാതെ, നിങ്ങളുടെ സമ്പത്ത് നോക്കാതെ, നിങ്ങളുടെ കഴിവുകൾ നോക്കാതെ, നിങ്ങളുടെ കുടുംബ പാരമ്പര്യം നോക്കാതെ താങ്കളെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് എങ്കിൽ അത് സ്വർഗത്തിലെ ദൈവമാണ്. യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന വലിയ സത്യം വിളിച്ചറിയിക്കുകയാണ് ഈ സുവിശേഷം. കർത്താവായ യേശുക്രിസ്തു സഞ്ചരിച്ചു പോകവേ യെരിക്കോ എന്നൊരു പട്ടണത്തിൽ എത്തി. അവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, സക്കായി എന്ന് പറഞ്ഞ ഒരു കുറിയ മനുഷ്യൻ. അവൻ പൊക്കത്തിൽ വളരെ കുറിയവനായിരുന്നു. എന്നാൽ അവനെ കുറിച്ച് പറഞ്ഞിരുന്നത് അവൻ ടാക്സ് കളക്ടർ ആയിരുന്നു. ആ നാടുകളിൽ ചുങ്കം പിരിക്കുവാൻ പോയിരുന്ന ഒരു ചുങ്കക്കാരനായിരുന്നു. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവർ വെറുത്തിരുന്ന കൂട്ടമായിരുന്നു റോമൻ സാമ്രാജ്യത്തിന് വേണ്ടി ചുങ്കം പിരിക്കുന്ന, ടാക്സ് പിരിക്കുന്ന ആളുകളെ. ആ കൂട്ടത്തിലെ ഒരു മേധാവി തന്നെയായിരുന്നു ഈ സക്കായി എന്ന മനുഷ്യൻ. എന്ന സക്കായി എല്ലാവരും വെറുക്കപ്പെട്ട്, എല്ലാ ആളുകളാലും തള്ളപ്പെട്ട് താൻ തനിയെ ജീവിച്ചു മുൻപോട്ട് പോകുമ്പോൾ യേശുക്രിസ്തു യെരിക്കോ പട്ടണത്തിലേക്ക് വരുന്നറിഞ്ഞ് ഈ യേശുവിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അവൻ കാട്ടത്തി മരത്തിന്മേൽ കയറി. ഞാൻ ഇങ്ങനെയൊന്ന് പറയട്ടെ, സകല ആളുകളും വെറുച്ചിരുന്ന, മാറ്റി നിർത്തിയിരുന്ന, സമൂഹത്തിൽ മാറ്റി നിർത്തിയിരുന്ന സക്കായിയുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ വേണ്ടി യേശുക്രിസ്തു മരത്തിന്റെ ചുവട്ടിൽ ചെന്നിട്ട് സക്കായിയെ പേര് ചൊല്ലി വിളിച്ചു, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ആലത്തു ദേശത്തോട് ഞങ്ങൾ വിളിച്ചറിയിക്കട്ടെ. ഈ ദൈവം സ്നേഹിക്കുന്നവനായ ദൈവം, ലോകത്തെ സ്നേഹിക്കുന്ന ദൈവം, നിങ്ങളുടെ ഹൃദയങ്ങളെ സ്നേഹിക്കുന്ന ദൈവം, നിങ്ങളെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന ദൈവം ഇന്ന് രാത്രി നിങ്ങളെയും ക്ഷണിക്കുകയാണ്. ഈ സ്നേഹത്തിന്റെ സന്ദേശത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. താങ്കളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, അതാണ് സുവിശേഷം വിളിച്ചറിയിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യം. സുവിശേഷത്തിന്റെ പ്രത്യേകത ഇത് സ്നേഹത്തിന്റെ സന്ദേശമാണ്. വേഗത്തിൽ അക്കമിട്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞ് മുൻപോട്ട് വരട്ടെ. 2, ഇത് സമാധാനത്തിന്റെ സന്ദേശമാണ്. അസമാധാനം പൂണ്ടു വിളയാടുന്ന ഒരു ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ തുറക്കുമ്പോൾ എത്രയോ അസമാധാനത്തിന്റെ വാർത്തകളാണ് കേൾക്കുന്നത്. മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിക്കുന്ന വാർത്തകളോടുകൂടിയാണ് ഓരോ പ്രഭാതവും പൊട്ടിവിരിയുന്നത്. അക്രമങ്ങൾ, എവിടെ നോക്കിയാലും അക്രമങ്ങളും പീഡനങ്ങളും കൊലപാതകങ്ങളും മാത്രം. അങ്ങനെ ഇത്രയും അസമാധാനം പൂണ്ടു വിളയാടുന്ന ഈ ലോകത്തിൽ സ്വർഗത്തിലെ ദൈവം സുവിശേഷം വിളിച്ചറിയിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ഇത് സമാധാനത്തിന്റെ സന്ദേശമാണ്. യേശുക്രിസ്തുവിന്റെ സന്ദേശം അത് സമാധാനത്തിന്റെ സന്ദേശമാണ്. യേശുക്രിസ്തു പറഞ്ഞ വാചകം തന്നെ എടുത്ത് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം തന്നയിച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിന്റെ പിന്നാലെ സമാധാനത്തിനായി ഓടുന്ന നിരവധി ആളുകളുണ്ട്. ഒരു അല്പ സമാധാനം, ഒരല്പ ആശ്വാസം കണ്ടെത്തുവാൻ പലയിടങ്ങളിൽ, പല സ്ഥലങ്ങളിലേക്ക്, ഏത് സ്ഥലത്തേക്കും ഓടുവാൻ എത്ര പണവും മുടക്കുവാൻ തയ്യാറെടുപ്പുള്ള ആളുകളുണ്ട്. എന്നാൽ അവരുടെ പരിശ്രമമൊക്കെ പരാജയപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവം വിളിച്ചറിയിക്കുകയാണ്. യേശുക്രിസ്തു നിന്നോട് പറയുക, ഞാൻ എന്റെ സമാധാനം നിനക്ക് തന്നയിച്ചു പോകുന്നു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെയൊന്ന് പറയട്ടെ, ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് നിങ്ങളൊന്ന് ചോദിച്ച്, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങളുണ്ട്, ഞങ്ങൾ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഞങ്ങൾക്കും രോഗമുണ്ട്, ഞങ്ങൾക്കും ദുഃഖമുണ്ട്, ഞങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട്, ഞങ്ങൾക്ക് പ്രതികൂലങ്ങളുണ്ട്. എന്നാൽ ഞങ്ങൾ ഒന്നടങ്കം ഇങ്ങനെ പറയും, ഈ പ്രതികൂലത്തിന്റെ നടുവിൽ സമാധാനം നൽകുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ സമാധാനം അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഇത് സമാധാനത്തിന്റെ
സന്ദേശമാണ്. മുൻപോട്ട് വരട്ടെ. മൂന്നാമത്തെ ഇതിന്റെ പ്രത്യേകത, ഈ സന്ദേശത്തിന്റെ പ്രത്യേകത, ഇത് സന്തോഷത്തിന്റെ സന്ദേശമാണ്. ലോകത്തിലുള്ള ആളുകളൊക്കെ സന്തോഷത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അനേക യൗവനക്കാർ അല്പ സന്തോഷത്തിനായി ആശ്രയം കണ്ടെത്തുന്നത് ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെയാണ്. ഇന്ന് രാത്രിയിൽ ആലത്തൂർ ദേശത്ത് ഞങ്ങളെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി മദ്യത്തിനോ മയക്കുമരുന്നിനോ ഒക്കെ അടിമകളായി ഒരല്പം സന്തോഷം ലഭിക്കും, ആശ്വാസം ലഭിക്കുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്ന് പറയട്ടെ, നിങ്ങൾ അർത്ഥപരാജയത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തോൽവിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകുവാൻ കഴിയുന്ന ഒരു സന്ദേശം ഈ ലോകത്തുണ്ട് എങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷ സന്ദേശം മാത്രമാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സന്തോഷം നൽകി തന്നത്, ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഭയങ്ങളെ നീക്കിക്കളഞ്ഞത്, മരണഭീതി നീക്കിക്കളഞ്ഞത്, ലോകത്തിലെ ഭീതികൾ മാറ്റിക്കളഞ്ഞത് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ സന്തോഷം നൽകിയിരിക്കുന്നത് കൊണ്ടാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എന്നൊരു ലേഖനം പുതിയ നിയമത്തിലുണ്ട്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിന് 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ആ ലേഖനക്കാരനായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്നു സന്തോഷിപ്പിൻ. പിന്നെയും പറയുന്നു കർത്താവിൽ സന്തോഷിപ്പിൻ. ഒരു പക്ഷേ ഇത് വായിക്കുന്ന ഏതെങ്കിലും വചനത്തെ കുറിച്ച് പശ്ചാത്തലം അറിവില്ലാത്ത ആളുകളൊക്കെ ചിന്തിച്ചേക്കാം, ഈ പൗലോസ് ഏതെങ്കിലും ഒരു AC റൂമിനകത്തിരുന്ന് പറയുകയാണ് സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ. അല്ലല്ല പ്രിയരെ, ഈ പൗലോസ് കിടക്കുന്നത് ഏതെങ്കിലും ഒരു AC റൂമിൽ ഇരുന്നു കൊണ്ടല്ല. പൗലോസ് കിടക്കുന്നത് റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് പറയുക സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ. അത് സന്തോഷത്തിന്റെ ഒരു ലേഖനമാണ്. ഇന്ന് രാത്രി ഞാനൊന്ന് പറയട്ടെ, ഏത് പ്രശ്നത്തിന്റെ നടുവിലും സന്തോഷിക്കുവാൻ കഴിയുന്നത് ഒരു ദൈവ പൈതലിന് മാത്രമാണ്, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന് മാത്രമാണ്. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ മധ്യത്തിലും സന്തോഷിക്കുവാൻ കഴിയുന്നതിന് കാരണം ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട്, ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട്. ഈ കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ സന്തോഷം നൽകിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ വിശദീകരിക്കുവാൻ താല്പര്യമുണ്ടെങ്കിലും വേഗത്തിൽ മുമ്പോട്ട് വരട്ടെ. ഈ സന്ദേശത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് സാർവത്രികമായി നൽകപ്പെട്ടിരിക്കുന്ന സന്ദേശമാണ്. ഈ ലോകത്തിൽ നാം എത്രയോ വാർത്തകൾ കേൾക്കുന്നവരാണ്. മലയാള മനോരമ പത്രമോ മാതൃഭൂമി പത്രമോ ദീപിക ദിനപത്രമോ ഒക്കെ എടുത്തു വെച്ച് വാർത്തകൾ നാം വായിക്കുന്നതാണ്. ഇന്ന ദേശത്ത് ഒരു വാർത്ത കണ്ടു, ഇന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വാർത്ത കിട്ടു, പ്രത്യേകമായിരിക്കുന്ന ഒരു രാജ്യത്ത് ഒരു വാർത്ത വായിക്കുന്നു. അങ്ങനെയാണ് നാം വാർത്തകളൊക്കെ വായിക്കുന്നത്. ഈ സുവിശേഷത്തിന്റെ വാക്കിന്റെ അർത്ഥം എടുത്തു നോക്കിയാൽ സുവിശേഷം നല്ല വിശേഷം, നല്ല വാർത്ത എന്നാണ്. എന്നാൽ നാം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിലെ വാർത്തകൾ ചിലരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ചില പട്ടണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ചില സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഒരു രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ നാളുകളിലൊക്കെ ഇസ്രയേലും ഒക്കെയായി നടക്കുന്ന യുദ്ധങ്ങളെ കുറിച്ചൊക്കെ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന യുദ്ധമല്ലേ, ഇവിടുത്തെ പ്രശ്നമല്ലേ, അവിടുത്തെ കൊലപാതകമല്ലേ, അവിടുത്തെ വാർത്തകളല്ലേ, അവിടുത്തെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനെ കുറിച്ചൊക്കെയല്ലേ വായിക്കുന്നത് എന്ന് നാം പറയാറുണ്ട്. എന്നാൽ എനിക്ക് പറയട്ടെ, നാം കേൾക്കുന്ന വാർത്തകളൊക്കെ പലരുടെയും ജീവിതമായി, ഒരുപക്ഷെ ചില വാർത്തകളൊക്കെ നാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിരിക്കാം. എന്നാൽ ഈ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ജീവിക്കുന്ന സകല വ്യക്തികളുടെ ജീവിതത്തിൽ ഒരുപോലെ ബാധിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദേശമുണ്ട് എങ്കിൽ അത് സുവിശേഷ സന്ദേശം മാത്രമാണ്. സകല മനുഷ്യരുമായി ഒരുപോലെ ബന്ധപ്പെട്ടിരിക്കുന്നു, സകലരുടെ ജീവിതത്തിലും ഒരേ പ്രാധാന്യത്തിൽ നിലനിൽക്കുന്ന ഒരു സന്ദേശം, സകലർക്കുമായി സ്വർഗ്ഗത്തിലെ ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ സന്ദേശമാണ്, സാർവത്രിക സന്ദേശമാണ് ഈ സുവിശേഷ സന്ദേശം എന്ന് പറയുന്നത്. മുൻപോട്ട് വരട്ടെ. അഞ്ചാമത്തെ പ്രത്യേകത, ഇത് സ്വർഗീയ സന്ദേശമാണ്. ഞാൻ ഇങ്ങനെ എന്ന് പറയട്ടെ, ആലത്തൂരുള്ള ബ്രദറൻ സഭ കണ്ടുപിടിച്ച ഒരു സന്ദേശമല്ല ഇവിടെ പ്രസംഗിക്കുന്നത്. ഈ ദേശത്തുള്ള ചില ദൈവദാസന്മാരുടെ മനസ്സുരുത്തിരിഞ്ഞ ആശയമല്ല ഈ സുവിശേഷം. ലോകത്തിലുള്ള ഏതെങ്കിലും മനുഷ്യരുടെ ആശയമല്ല ഈ സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം ഒരുക്കിയിരിക്കുന്നത് സ്വർഗ്ഗത്തിലെ ദൈവമാണ്. ഇത് ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ് സുവിശേഷം അഥവാ യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വായിക്കുവാൻ കഴിയും. ആ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു. മതി. മേലിൽ നിന്നുള്ളവൻ യേശുക്രിസ്തു തന്നെ കുറിച്ച് തന്നെ പറയുകയാണ്, ഞാനോ മേലിൽ നിന്നുള്ളവൻ, അർത്ഥാൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നവൻ എന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ള മാനവരാശിക്ക് പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരുക്കുവാൻ വേണ്ടി കടന്നു വന്നവൻ ഈ ലോകത്തിൽ നിന്ന് വന്നവനല്ല, ഈ ഭൂമിയിൽ നിന്ന് വന്നവനല്ല, മറിച്ച് സ്വർഗത്തിൽ നിന്നും മേലിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നവന്. അർത്ഥാൽ സ്വർഗത്തിൽ ഒരുക്കപ്പെട്ട രക്ഷ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുക്രിസ്തുവിനാൽ സാധ്യമായി. അർത്ഥാൽ ഇത് സ്വർഗീയ സന്ദേശമാണ്. ആറാമത്തെ പ്രത്യേകത
പ്രത്യേകത. ഇത് സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശമാണ്. പാപത്തിന്റെ ഉരുക്കു കരങ്ങളിൽ അമർന്നിരിക്കുന്ന, പിശാചിന്റെ അടിമത്വത്തിൽ കിടക്കുന്ന, പാപിയായിരിക്കുന്ന ഒരു മനുഷ്യന് ആ സ്വാതന്ത്ര്യം നൽകിത്തരുന്ന ഒരു സന്ദേശമാണ് ഈ സുവിശേഷ സന്ദേശം, യേശു ക്രിസ്തുവിന്റെ സന്ദേശം. പല ആളുകൾ ഇന്ന് അനേക ആ അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ, അടിമത്തങ്ങളുടെ പിന്നാലെ ജീവിതത്തിൽ കഷ്ടത അനുഭവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരല്പം ആശ്വാസത്തിനു വേണ്ടി, ഒരല്പം ശ്വാസം എടുക്കുവാൻ, ഒരല്പം ആശ്വാസം കണ്ടെത്തുവാൻ സമാധാനത്തിനായി ഈ ഓട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സകലത്തിലും പരാജയപ്പെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ നോക്കി സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നിനക്കൊരു സ്വാതന്ത്ര്യം ഒരുക്കിയിട്ടുണ്ട്, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിന്റെ പാപത്തിൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്. നിന്നെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ നിനക്ക് സ്വാതന്ത്ര്യം നൽകുന്ന, വീണ്ടെടുപ്പ് നൽകുന്ന ഒരു സന്ദേശമാണ് ഈ സുവിശേഷ സന്ദേശം. അതുകൊണ്ട് ആലത്തൂരിനെ കേൾക്കുന്ന പ്രിയ ദേശനിവാസികളോട്, പ്രിയ സ്നേഹിതരോട്, ഈ പന്തലിന് കീഴിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇത് സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശമാണ്. ഒടുവിലായി ഒരു വാക്കുകൂടെ ചേർത്ത് പറയട്ടെ, ഇത് സൗജന്യമായി നൽകിയിരിക്കുന്ന സന്ദേശമാണ്. പണമുള്ളവന്റെ കയ്യിൽ എന്ത് നടക്കും എന്നൊരു ചിന്ത ഈ കാലത്തുണ്ട്. ഒരു 2 ഏക്കർ സ്ഥലവും ഒരു ഇന്നോവ കാറും നല്ലൊരു വീടുമുണ്ടെങ്കിൽ എല്ലാമായി എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇന്ന് ആളുകളൊക്കെ ലോട്ടറി എടുക്കുവാൻ ഓടുന്നതിന്റെ കാരണം എന്താ? 10 പുത്തൻ കയ്യിൽ വന്നാൽ എന്ത് കാര്യവും നേടിയെടുക്കാം. കോടതിയിൽ പോയാലോ, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലോ ഞാൻ ലളിതമായിട്ട് ഊരിപ്പോകും. ഏത് കേസിൽ നിന്ന് ഞാൻ ഊരിപ്പോരും. എന്റെ മുകളിലൂടെ ആരും പോവുകയില്ല. എന്ത് കുറ്റം ഞാൻ ചെയ്താലും എനിക്ക് പണമുള്ളത് കൊണ്ട് സമൂഹത്തിൽ എനിക്ക് പേരുണ്ടാകും. അതുകൊണ്ട് പണമുണ്ടെങ്കിൽ എല്ലാമായി, പണം കൊണ്ട് എല്ലാം നേടാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്ന് ഞാൻ പറയട്ടെ, നിങ്ങളുടെ പണം കൊണ്ട് നേടുവാൻ കഴിയാത്ത ഒന്നുണ്ട്, അത് ആത്മരക്ഷയ. നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നേടാൻ കഴിയാത്ത ഒന്നുണ്ട്, അത് ആത്മരക്ഷയ. നിങ്ങളുടെ കഴിവ് കൊണ്ട് നേടുവാൻ കഴിയാത്ത ഒന്നുണ്ട്, നിങ്ങളുടെ സൽപ്രവൃത്തി കൊണ്ട് നേടുവാൻ കഴിയാത്ത ഒന്നുണ്ട്, അത് ഈ ആത്മരക്ഷയ. അത് രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്, അത് ഈ വീണ്ടെടുപ്പ് എന്നുള്ളതാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇത് ഒരുക്കിയിരിക്കുന്നത്, കൊണ്ട് ഇത് സൗജന്യമാണ്. എന്തുകൊണ്ടാണ് ഇത് സൗജന്യമായിരിക്കുന്നത്? ഇത് മനുഷ്യന്റെ അല്ല, ഇത് ഏതെങ്കിലും ഒരു സഭക്കാരുടെ സന്ദേശമല്ല. ഈ രക്ഷ എന്ന് പറയുന്നത് ഏതെങ്കിലും പള്ളിക്കാരുടേതല്ല. ഈ രക്ഷ എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളുടെ, ഈ ഭൂമിയിലുള്ള ആളുകളുടേതല്ലേ. ഇത് സ്വർഗത്തിലെ ദൈവം, എന്നെയും നിങ്ങളെയും ഉളവാക്കിയ ദൈവം, എന്നെയും നിങ്ങളെ സൃഷ്ടിച്ച ദൈവം, എന്നെയും നിങ്ങളെ പരിപാലിക്കുന്ന ദൈവം, ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം, ഈ ദൈവം നൽകി തന്നിരിക്കുന്ന രക്ഷയായതുകൊണ്ട് പണം കൊടുത്തു വാങ്ങുവാൻ സാധിക്കുകയില്ല. സൗജന്യമായി നൽകിയിരിക്കുന്ന രക്ഷയുടെ സന്ദേശമാണ് ഈ സുവിശേഷ സന്ദേശം. മടങ്ങി വരാം. ഈ സുവിശേഷം അഥവാ യേശു ക്രിസ്തു ഫിലിപ്പിന്റെ കൈസരിയ എന്ന പട്ടണത്തിലേക്ക് കടന്നു വന്നു. അന്ധവിശ്വാസങ്ങളുടെ നടുവിലേക്ക് കർത്താവ് കടന്നു വരികയാണ്. വന്നു നിന്നിട്ട് തന്റെ ശിഷ്യന്മാരോട് കർത്താവ് യേശു ക്രിസ്തു ഒരു ചോദ്യം ചോദിക്കുകയാണ്. നമുക്ക് മടങ്ങി വരാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൽ 13-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം. യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. മതി. യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്രനെ കുറിച്ച് യേശു ചോദിക്കുന്നു, ജനം മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു. ഇത് ലോകത്തോട്, ഈ ആലത്തൂർ ദേശത്തോട് ഞാൻ വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ ഈ യേശു ക്രിസ്തുവിനെ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു? തൊട്ടടുത്ത വാക്യത്തിൽ ശിഷ്യന്മാർ നൽകുന്ന ഉത്തരങ്ങളുണ്ട്. ആ വാക്യങ്ങളൊന്ന് വായിക്കാം. 14-ാമത്തെ വാക്യം. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യെരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. മതി. യേശു ക്രിസ്തുവിനെ ആളുകൾ തെറ്റിദ്ധരിച്ച് പറയുകയാണ്. ചിലർ പറയുന്നു യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകനെന്ന്, മറ്റു ചിലർ പറയുന്നു ഏലിയാവെന്ന്, മറ്റു ചിലർ യിരെമ്യാവെന്ന്, മറ്റു ചിലർ പ്രവാചകന്മാരിൽ ഒരുത്തനെന്ന്. എനിക്കിനെന്ന് പറയട്ടെ, ജനം യേശുവിനെ അറിയേണ്ട നിലയിൽ അറിഞ്ഞില്ല, യേശുവിനെ മനസ്സിലാക്കേണ്ട നിലയിൽ മനസ്സിലാക്കിയില്ല. ഇന്നും എന്തുകൊണ്ടാണ് മാറി മാറി വരുന്ന ഓരോ വർഷവും ഈ ദേശത്ത് ഇങ്ങനെയുള്ള സുവിശേഷ യോഗങ്ങൾ ക്രമീകരിക്കുന്നത്? ദൈവദാസന്മാർ മാറി മാറി വന്ന് പ്രസംഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ആലത്തൂർ പ്രധാന സഭയ്ക്ക് മറ്റു പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അവരുടെ പണവും മുടക്കി ഇങ്ങനെയൊരു പന്തലും വെച്ച് ഉച്ചഭാഷണിയുടെ സഹായത്തോടുകൂടെ ദൈവദാസന്മാരെ വിളിച്ചു വരുത്തി ഇവിടെ പ്രസംഗിക്കുന്നത്, ഈ സുവിശേഷം വിളിച്ചറിയിക്കുന്നത്. എന്തിനെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഇവിടെ പറഞ്ഞത്.
യേശുവിനെ അറിയേണ്ട നിലയിൽ ഇന്നും ആളുകൾ അറിഞ്ഞിട്ടില്ല. യേശുവിനെ മനസ്സിലാക്കേണ്ട നിലയിൽ ചില ആളുകൾ ഇന്ന് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ആലത്തൂർ സഭയ്ക്ക് ഹൃദയഭാരത്തോടുകൂടെ ആത്മഭാരത്തോടുകൂടെ ഈ ദേശത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഈ യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്, ഈ സന്ദേശം ഇവിടെ അറിയിക്കുന്നത്, യേശു ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ജനം യേശുവിനെ ശരിയായ നിലയിൽ മനസ്സിലാക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശു ക്രിസ്തുവിനെ ഇന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന വലിയൊരു കൂട്ടം ആളുകൾ ഈ ലോകത്തിലുണ്ട്. ഇന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് യേശു ക്രിസ്തു ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ പാലസ്തീന്റെ മണ്ണിൽ നെടുകയും കുറുകയും സഞ്ചരിച്ച സമയത്തൊക്കെയും യേശുവിനെ കണ്ടാൽ കണ്ട ആളുകളൊക്കെയും യേശു ക്രിസ്തുവിനെ കണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അന്ന് തെറ്റിദ്ധരിച്ചുവെങ്കിൽ ഇന്നും തെറ്റിദ്ധരിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എടുത്തുവെച്ച് അക്കമക്കമായി പറയുവാണ് എന്നെനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അധിക വിശദീകരണങ്ങൾ ഞാൻ അവിടെ നൽകുന്നില്ല. എങ്കിലും ചില ആളുകളൊക്കെ യേശു ക്രിസ്തുവിനെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ യേശു ക്രിസ്തു ഒരു മത നേതാവാണ്, യേശു ക്രിസ്തു ക്രിസ്തീയ മതത്തിന്റെ സ്ഥാപകനാണ് എന്ന് പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ ഇങ്ങനെയൊരു ധാരണ ആരെങ്കിലും വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ഈ പ്രാരംഭ രാത്രിയിൽ തന്നെ വിളിച്ചറിയിക്കട്ടെ, യേശു ക്രിസ്തു ഒരു മതവും ഈ ഭൂമിയിൽ സ്ഥാപിച്ചിട്ടില്ല. ചില ആളുകൾക്ക് ഹൈന്ദവ മതമുള്ളതുപോലെ, മറ്റു ചിലർക്ക് ഇസ്ലാം മതമുള്ളതുപോലെ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തീയ മതം അല്ലല്ല. ക്രിസ്ത്യാനികൾക്ക് ക്രിസ്തീയ മതം അത് യേശു ക്രിസ്തു സ്ഥാപിച്ചിട്ടില്ല. ഒരു വാക്കിനെ ചേർത്ത് പറയട്ടെ, യേശു ക്രിസ്തു മതം സ്ഥാപിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, യേശു ക്രിസ്തു മതങ്ങൾക്ക് എതിരായിരുന്നു. അതുകൊണ്ടാണ് ആ കാലത്തുണ്ടായിരുന്ന യഹൂദ മത നേതാക്കന്മാരൊക്കെ യേശു ക്രിസ്തുവിനെതിരായിരുന്നു. യേശു ക്രിസ്തു മതത്തിന് എതിരെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, മതത്തെ അനുകൂലിച്ചിട്ടില്ല, മതം സ്ഥാപിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു മതത്തിലേക്കും ആളുകളെ ചേർക്കുവാൻ യേശു ക്രിസ്തു സമ്മതിച്ചിട്ടില്ല. ഇന്ന് ആരെങ്കിലും ഇങ്ങനെ തെറ്റിദ്ധരിച്ച് മുന്നോട്ട് പോകുന്നു, യേശു ക്രിസ്തുവിന്റെ മതത്തിൽ ചേരാം, ക്രിസ്തീയ മതത്തിൽ ചേരാം. അല്ലല്ല, യേശു ക്രിസ്തു ക്രിസ്തീയ മതമല്ല. യേശു ക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. യേശു ക്രിസ്തു ഒരു മാർഗമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ ഒരു മത നേതാവായിട്ടോ ഒരു മതസ്ഥാപകനായിട്ടോ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായ ധാരണയാണ് എന്ന് പ്രാരംഭ രാത്രിയിൽ തന്നെ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ. ചില ആളുകളൊക്കെ യേശുവിനെ നോക്കിയിട്ട് പറയുന്നത് യേശു ക്രിസ്തു ഒരു വിദേശ ദൈവമാ, വെള്ളക്കാരുടെ ദൈവമാ. ഇതിനു മുമ്പ് മറ്റൊരു സ്ഥലത്ത് ആറാട്ടുമൊഴി എന്ന സ്ഥലത്ത് ഞാൻ കടന്നു ചെന്ന് തിരുവചനം പ്രസംഗിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ എന്റെ അടുക്കൽ വന്ന് തൊട്ടടുത്ത ദിവസം പറഞ്ഞു, ഇവിടെയുള്ള ചില ആളുകളൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട്, ഇത് ഞങ്ങളോട് പ്രസംഗിക്കേണ്ട, ഇത് ഭാരതീയരോട് പ്രസംഗിക്കേണ്ട, ഇത് വെള്ളക്കാരുടെ സന്ദേശമാണ്. യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു വെള്ളക്കാരുടെ ദൈവമാ, യൂറോപ്പുകാരുടെ ദൈവമാ, അമേരിക്കക്കാരുടെ ദൈവമാണ് എന്നൊക്കെ അവർ പരിഹസിച്ചു വിട്ടു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇന്ന് രാത്രിയിൽ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട്, ഇവിടെ ഭാരതത്തിൽ ഒരു വെള്ളക്കാരുടെ ദൈവത്തിന്റെ ആവശ്യമില്ല, യൂറോപ്പുകാരുടെ ദൈവത്തിന്റെ ആവശ്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വളരെ വ്യക്തമായി പറയട്ടെ, ശരി, യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. എവിടെയാ ജനിച്ചത്? യഹൂദയിൽ ബത്ലഹേം പട്ടണത്തിൽ യേശു ക്രിസ്തു ജനിച്ചത്. ഈ പാലസ്തീൻ ദേശം എവിടെയാ? ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണുള്ളത്. നമ്മുടെ ഭാരതം ഏഷ്യൻ ഭൂഖണ്ഡത്തിലായിരിക്കുന്നത് പോലെ യേശു ക്രിസ്തു ജനിച്ച പാലസ്തീന്റെ മണ്ണ് അത് ഈ ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. യേശു യൂറോപ്യൻ ഭൂഖണ്ഡത്തിലല്ല ജനിച്ചത്, ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ തന്നെ ജനിച്ചത്. അങ്ങനെയെങ്കിൽ അവരെ നോക്കി നമ്മളെയല്ലേ പറയേണ്ടത്? യേശു ക്രിസ്തു ആരാണ്? ഭാരതീയരുടെ യേശുക്കാരുടെ ദൈവമെന്നല്ല പറയേണ്ടത്. പറയത്തില്ല. യേശു ക്രിസ്തു പ്രത്യേക ഭൂഖണ്ഡത്തിന്റെ ദൈവമല്ല. യേശു ക്രിസ്തു ചില പ്രത്യേക ആളുകളുടെ ദൈവമല്ല, പ്രത്യേക സഭക്കാരുടെ ദൈവമല്ല. യേശു ക്രിസ്തു ചില രാജ്യക്കാരുടെ ദൈവമല്ലേ അല്ല. യേശു ക്രിസ്തു അഖിലാണ്ടത്തിന്റെ ഉടയവനായ സർവശക്തനായ ഏക സത്യ ദൈവമാണ്. അതുകൊണ്ട് ഇതിനർത്ഥം ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല, യേശു ക്രിസ്തു വിദേശ ദൈവമല്ല. ചില ആളുകൾ ചിന്തിക്കുന്നത് യേശു ക്രിസ്തുവിനെ ഒരു രോഗശാന്തിക്കാരനായിട്ട്, അതുകൊണ്ടല്ലേ ചില പ്രസംഗങ്ങളും ചില യോഗങ്ങളിലും ഒക്കെ ചില ആളുകൾക്ക് പ്രസംഗിക്കുവാനുള്ളത് രോഗശാന്തിയെ കുറിച്ച് മാത്രമാ. ഞങ്ങളുടെ കൂട്ടത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് രോഗസൗഖ്യം ഉണ്ടാകും, നിങ്ങളുടെ നടുവേദന മാറും, മാറാത്ത തലവേദന മാറും, കാണുവാൻ കഴിയാത്ത നിങ്ങളുടെ ഉള്ളിലെ രോഗങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞ് അങ്ങനെ ആളുകളെ ഇന്ന് കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താ ജീവിക്കുന്നത് എന്ന് ഞാൻ പറയുകയില്ല കേട്ടോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ഇടയിൽ രോഗസൗഖ്യം ഉണ്ടാകുന്നുണ്ട്. നിശ്ചയമാണ്. എന്നാൽ യേശു ക്രിസ്തു കേവലം ഒരു രോഗസൗഖ്യദായകനല്ല. യേശു ക്രിസ്തു മനുഷ്യന്റെ ശാരീരിക രോഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് വന്നതല്ല. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ
അതൊരു തെറ്റിദ്ധാരണയാണ് എന്ന് ഞാൻ അരക്കെട്ടുറപ്പിച്ചു പറയുവാൻ താല്പര്യപ്പെടുകയാണ്. മറ്റു ചില ആളുകൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ഇത് സമൃദ്ധി ഉണ്ടാകുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുവാൻ, നിങ്ങൾക്ക് ജോലിയില്ലെങ്കിൽ ജോലി വേണോ ഞങ്ങളുടെ കൂടെ പോര്, ജോലിയില്ലെങ്കിൽ ജോലി ഉണ്ടാകുവാൻ, ഞങ്ങളുടെ കൂടെ വിസ കിട്ടാത്തവർക്ക് വിസ കിട്ടാൻ, ഞങ്ങളുടെ കൂടെ പാസ്പോർട്ട് എടുത്തിട്ട് ഗൾഫിൽ പോകെ ഒരു ജോലി ലഭിക്കണമെങ്കിൽ ഇവരുടെ കൂടെ കൂടിക്കോ. ഇല്ലില്ല, യേശുക്രിസ്തു സമൃദ്ധിയുടെ സന്ദേശം നൽകുന്ന ഒരു യേശുക്രിസ്തു അല്ലല്ലോ. അല്ല, ഞാൻ ഇന്ന് രാത്രിയിൽ അത് അരക്കെട്ടുറപ്പിച്ച് പറയുവാൻ താല്പര്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? ചില യോഗങ്ങളിലൊക്കെ ആളുകൾ വിളിച്ചറിയിക്കാറുണ്ട്, രോഗശാന്തിക്ക് വേണ്ടി വരിക. ഇല്ലില്ല, ഞങ്ങളത് പറയുകയില്ല. പണമുണ്ടാകുവാൻ ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് കാര്യമില്ല, നിങ്ങളുടെ ജോലിയിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് കാര്യമില്ല. പ്രിയരെ, അങ്ങനെ കൂടിയവരൊക്കെ വെറുതെ ഇരിക്കുന്നവരാ. ഇന്ന് ദൈവസഭകളിലും ആരെങ്കിലും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ചില ഭൗതിക മെച്ചങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞ് ഈ യേശുക്രിസ്തുവിൽ ശരിയായ നിലയിൽ വിശ്വസിക്കാതെ സഭക്കാരോടൊപ്പം പോയാൽ, ബൈബിൾ പിടിച്ചുകൊണ്ട് കൂടെ നടന്നാൽ, യോഗങ്ങൾക്ക് കൂടെ പോയാൽ, കൺവെൻഷൻ യോഗത്തിൽ പോയിരുന്നാൽ ഒന്നും അവർക്ക് പ്രയോജനം ഉണ്ടാവുകയില്ല എന്ന് ഞാൻ വിളിച്ചറിയിക്കട്ടെ. യേശുക്രിസ്തു സമൃദ്ധിയുടെ സന്ദേശമാണ് അറിയിക്കുന്നത്, ആത്മരക്ഷയുടെ സന്ദേശമാണ് അറിയിക്കുന്നത്, മനുഷ്യന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് യേശുക്രിസ്തു പ്രസംഗിക്കുന്നത്. യേശുക്രിസ്തു ചില ആളുകൾ പറയുന്നത് കേവലം ഒരു പ്രവാചകനാണ്. ഏത് കൂട്ടമാണെന്നൊക്കെ അറിയാലോ. യേശുക്രിസ്തുവിന്റെ കേവലം ഒരു പ്രവാചകൻ മാത്രമാ? അല്ലല്ലല്ല. യേശുക്രിസ്തു ആ കാലത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഫിലിപ്പിന്റെ കൈസരിയിൽ നിന്നുകൊണ്ട് അന്ധകാലത്തിന്റെ അന്ധവിശ്വാസങ്ങളുടെ ദുരാചാരങ്ങളുടെ മതങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് വിഗ്രഹങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്ന് ജനം പറയുന്നു? പലയുത്തരങ്ങൾ. ഇന്ന് രാത്രിയിൽ ഈ തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തുന്ന ആളുകൾ ഇന്നുണ്ട്. ഈ ധാരണകളൊക്കെ മാറ്റിവെക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇനി മുൻപോട്ട് വരാം. എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ നോക്കി ചില ആളുകൾ യോഹന്നാൻ സ്നാപകനെന്നും ഏലിയാവെന്നും മറ്റു ചില ആളുകൾ ഇരമ്യാവെന്നും ഒക്കെ യേശുക്രിസ്തുവിനെ നോക്കി പറഞ്ഞത്? അതിന്റെ കാരണമുണ്ട്. 15-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരാം. വാക്യങ്ങൾ എടുത്തു വെച്ച് വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ചില സംഭവങ്ങളുണ്ട്. ബൈബിൾ ഉണ്ടല്ലോ, വീട്ടിൽ ചെന്ന് നിശ്ചയമായിട്ടും 15-ാം അധ്യായം വായിക്കണം. ഈ അധ്യായത്തിൽ യേശുക്രിസ്തു ചെയ്ത ചില അത്ഭുത പ്രവൃത്തികളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം വാക്യം മുതൽ 15-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ ഉപദേശമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ശക്തമായ നിലയിൽ യഹൂദ മത നേതാക്കന്മാരെ നോക്കിക്കൊണ്ട്, പരീശന്മാരെ നോക്കിക്കൊണ്ട് യേശുക്രിസ്തു വളരെ ശക്തമായിട്ട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. കപടഭക്തിക്കാരായി നിങ്ങൾ ജീവിക്കരുത്. യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നുവെങ്കിൽ, ദൈവത്തെ നിങ്ങൾ അംഗീകരിച്ചു ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്നുവെങ്കിൽ സത്യസന്ധമായ ഒരു ജീവിതം നയിക്കണമെന്ന് യേശുക്രിസ്തു അത് വളരെ ശക്തമായിട്ട് വിളിച്ചറിയിക്കുകയും. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ ചിന്തിച്ചു, എന്തിനു പറയുന്നു ചില ആളുകൾ? 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ രാജ്യത്ത് ഹെരോദ രാജാവ് തന്നെ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. ഇവൻ യോഹന്നാൻ സ്നാപകൻ. യേശുക്രിസ്തുവിനെ നോക്കി പറയുക, ഇവൻ യോഹന്നാൻ സ്നാപകനായിരിക്കാം. എന്തുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ എന്ന് യേശുക്രിസ്തുവിനെ തെറ്റിദ്ധരിച്ചത്? അതിനൊരു കാരണമുണ്ട്. യോഹന്നാൻ സ്നാപകനും യേശുക്രിസ്തുവിനെ പോലെ വളരെ ശക്തമായിട്ട് ദൈവത്തിന്റെ വചനം അറിയിച്ചു. മാനസാന്തരപ്പെടുവിൻ, നിങ്ങളുടെ പാപത്തെ വിട്ടൊഴിയുവിനെന്ന് യഹൂദക്കാരെ നോക്കിക്കൊണ്ട്, യഹൂദ മതപുരോഹിതന്മാരെ നോക്കിക്കൊണ്ട്, പരീശന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സർപ്പസന്തതികളെ എന്നൊക്കെ അവർ യോഹന്നാൻ സ്നാപകൻ വിളിച്ചറിയിക്കുകയുണ്ടായി. അത് മാത്രമല്ല, യോഹന്നാൻ സ്നാപകനെ സംബന്ധിച്ചിടത്തോളം രാജാവിന്റെ മുമ്പിൽ പോലും മുട്ടുപറയ്ക്കാതെ രാജാവ് ചെയ്യുന്ന പാപത്തെ നോക്കിക്കൊണ്ട്, രാജാവെ നീ പാപം ചെയ്യുന്നു എന്ന് വിളിച്ചു പറഞ്ഞ ഒരു പ്രവാചകനായിരുന്നു യോഹന്നാൻ സ്നാപകൻ. അതുകൊണ്ട് ആളുകൾ ചിന്തിച്ചു, യേശുക്രിസ്തു നന്നായി പഠിപ്പിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ വ്യത്യസ്തമാണ്, യേശുക്രിസ്തുവിന്റെ സംസാരവും ഉപദേശവും ഒക്കെ വളരെ ആധികാരികമായ നിലയിലാണ്. അതുകൊണ്ട് അവർ ചിന്തിച്ചു, യോഹന്നാൻ സ്നാപകനായിരിക്കാം യേശുക്രിസ്തുവെന്ന്. എന്നാൽ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് എന്താ നാം വായിക്കുന്നത്? യോഹന്നാൻ സ്നാപകനല്ല യേശുക്രിസ്തു. തെളിവ് നിർത്തട്ടെ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കാണിത്, കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. മതി. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, കർത്താവിന്റെ വഴി ഒരുക്കുന്നവൻ ആ യോഹന്നാൻ സ്നാപകൻ. അവനെ കുറിച്ച് പ്രവാചകന്മാർ
മുഖാന്തരം മുന്നമേ പ്രവചിക്കപ്പെട്ടിരുന്നു. യോഹന്നാൻ സ്നാപകൻ എന്ന് ഒരുവൻ വരും, അവൻ മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിക്കും, അവനൊരു ശുശ്രൂഷയുണ്ട്. എന്താ ശുശ്രൂഷ? അവന്റെ പിന്നാലെ വരുന്ന ഒരുവനുണ്ട്, യേശുക്രിസ്തു പിന്നാലെ വരുന്നു, അവന് വഴിയൊരുക്കുന്നവനാണ് യോഹന്നാൻ സ്നാപകൻ. നമുക്കറിയാം, നമ്മുടെ ദേശത്തേക്ക് മുഖ്യമന്ത്രി വരുന്നു എന്നറിഞ്ഞാൽ എത്രത്തോളം ക്രമീകരണങ്ങളാണ് ഇവിടെ നടത്തപ്പെടുന്നത്. റോഡുകളൊക്കെ വഴികളൊക്കെ തുറന്നിടും. ആ വളരെ റോഡുകളും വഴികളും ഒക്കെ മുന്നമേ വന്ന് ഒരുക്കുന്ന രീതിയുണ്ട്. പ്രധാനമന്ത്രി വന്നെന്ന് നോക്കിക്ക് എന്തെല്ലാം ക്രമീകരണങ്ങളാ. അങ്ങനെ വലിയ നേതാക്കന്മാരും വലിയ ആളുകളും ഒക്കെ വരുമ്പോൾ, ആ രാജാക്കന്മാരൊക്കെ വരുമ്പോൾ വഴി ഒരുക്കുന്ന രീതിയുണ്ട്. അതുപോലെ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞിരിക്കുക. ആരാണ് അവൻ? യേശുക്രിസ്തു. യേശുക്രിസ്തുവിന് വഴിയൊരുക്കുന്നവനാണ് യോഹന്നാൻ സ്നാപകൻ. ഒരു വാക്ക് ചേർത്ത് പറയട്ടെ. മത്തായി എഴുതിയ സുവിശേഷത്തിൽ പ്രാരംഭത്തിൽ നാം കണ്ടു, മത്തായി യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നത് രാജാവായിട്ടാണ്. ഈ രാജാവിന്റെ വഴിയൊരുക്കുവാൻ വേണ്ടി യോഹന്നാൻ സ്നാപകനെ ദൈവം മുന്നമേ അയച്ചിരിക്കുക. അത് മാത്രമാണോ? യോഹന്നാൻ സ്നാപകൻ തന്നെ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്, എന്റെ പിന്നാലെ വരുന്നവന് ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ ചോദിച്ചു പറയട്ടെ, ആളുകൾ യേശുക്രിസ്തുവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ യോഹന്നാൻ സ്നാപകൻ. ഈ യോഹന്നാൻ സ്നാപകൻ എന്താ യേശുക്രിസ്തുവിനെ നോക്കിയിട്ട് പറഞ്ഞത്? ഞാൻ അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും യോഗ്യനല്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശുക്രിസ്തുവിനെ യോഹന്നാൻ സ്നാപകൻ എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിച്ചു. അധിക വിശദീകരണം കൂടാതെ വേഗത്തിൽ വരട്ടെ. ചില ആളുകൾ യേശുക്രിസ്തുവിനെ ഏലിയാവ് എന്ന് തെറ്റിദ്ധരിച്ചു. എന്തുകൊണ്ട് യേശുക്രിസ്തുവിനെ ഏലിയാവ് എന്ന് തെറ്റിദ്ധരിച്ചത്? 15-ാം അധ്യായത്തിൽ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു ചെയ്യുന്ന ചില അത്ഭുതങ്ങളെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കുന്നു, നാനാവ്യാധിക്കാരെ സൗഖ്യമാക്കുന്നു, 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിക്കുന്നു. അങ്ങനെ അത്ഭുതങ്ങൾ ചെയ്ത് യേശുക്രിസ്തു മുന്നോട്ട് നടന്നു നീങ്ങുകയാണ്. അതുകൊണ്ട് ആളുകൾ നോക്കിയിട്ട് പറഞ്ഞു, പഴയ നിയമത്തിൽ ഏലിയാവിനെ പോലെ അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു പ്രവാചകനാണ് യേശുക്രിസ്തു എന്ന് ഏലിയാവുമായി താരതമ്യം ചെയ്ത് പറയുക. ഞാൻ പറയട്ടെ, ഏലിയാ പ്രവാചകനല്ല യേശുക്രിസ്തു എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ പറയുക, യേശുക്രിസ്തുവിനെ നോക്കി പറഞ്ഞു അവൻ ഇരമ്യാവ്. അതിനും ഒരു കാരണമുണ്ട്. ഇരമ്യാവ് തിരുവചനം അറിയുന്ന, വിശുദ്ധ ബൈബിൾ അറിയുന്ന ആളുകളെ സംബന്ധിച്ചോ അവർക്കറിയാം, ആ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഇരമ്യാവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കരയുന്ന ഒരു പ്രവാചകനായിട്ടാണ്. ദേശത്തിന്റെ പാപത്തെ നോക്കി, ദേശം ദൈവജനം ദൈവത്തെ വിട്ട് പോകുന്നത് കണ്ട്, ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ വരുവാൻ പോകുന്നത് കണ്ട് നിലവിളിക്കുന്ന, കരയുന്ന, കണ്ണുനീർ വാർക്കുന്ന ഒരു ഇരമ്യ പ്രവാചകനെ ഞാൻ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് യേശുക്രിസ്തുവും കരഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനത്തിന്റെ ഹൃദയത്തിന്റെ കാഠിന്യം നിമിത്തം, അവർ ദൈവത്തെ വിട്ടുകളഞ്ഞിരിക്കുന്ന നിമിത്തം, അവർക്ക് ദൈവത്തോട് സ്നേഹമില്ലാത്തത് കണ്ട് ദൈവത്തിന്റെ ആലയത്തെ നിന്ദമാക്കുന്ന, ദൈവത്തിന്റെ ആലയത്തെ ദുഷിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ, അത് മാത്രമാണോ, ദുഃഖിക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് യേശുക്രിസ്തു ദുഃഖിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മരണത്തെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഒരു ലാസർ അവിടെ മരിച്ചു. അവന്റെ സഹോദരിമാരും ആളുകളും ഒക്കെ കരയുന്നത് കണ്ടപ്പോൾ യേശുവിനെ കുറിച്ച് നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ, യേശു കണ്ണുനീർ വാർത്തു. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെയെന്ന് പറയട്ടെ, യേശുക്രിസ്തുവിന്റെ ഒരു പ്രത്യേകത കൂടിയാത്. നിങ്ങൾ കരയുന്നത് കാണുമ്പോൾ മാറി നിന്ന് ചിരിക്കുന്നവനല്ല സ്വർഗത്തിലെ കർത്താവായ യേശുക്രിസ്തു, മറിച്ച് തങ്ങളുടെ കണ്ണുനീരിന് വില കൽപ്പിക്കുന്ന ദൈവം, നിങ്ങളുടെ വേദനയ്ക്ക് വില കൽപ്പിക്കുന്ന ദൈവം, നിങ്ങളുടെ ജീവിതത്തിന് വില കൽപ്പിക്കുന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് കരയുന്നത് കണ്ട്, മറ്റുള്ളവരുടെ ദുഃഖം കണ്ട്, അവരോട് ഒന്നിച്ചിരുന്ന് അവരെ ആശ്വസിപ്പിക്കുന്നത് കണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ചിലർ ചിന്തിച്ചു, യേശുക്രിസ്തു യിരെമ്യാവിനെ പോലെ ഒരു പ്രവാചകന. ഇങ്ങനെയൊക്കെ ജനം പറഞ്ഞത്. ആലത്തൂർ ദേശത്തുള്ള ചില ആളുകളുമൊക്കെ ഒരുപക്ഷെ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞേക്കാം, യേശുക്രിസ്തു ഒരു പ്രവാചകന, യേശുക്രിസ്തു രോഗസൗഖ്യം നൽകുന്നവന, യേശുക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കുന്നവന, യേശുക്രിസ്തു ചില അത്ഭുതങ്ങൾ ചെയ്യുന്നവന, യേശുക്രിസ്തു നല്ലൊരു വ്യക്തിത്വമാണ്, യേശുക്രിസ്തു നന്നായി ഉപദേശിക്കുന്നവനാണ്, യേശുക്രിസ്തു നല്ല കഴിവുള്ള ഒരു നേതാവായിരുന്നു എന്നൊക്കെ യേശുക്രിസ്തുവിനെ നോക്കി നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ആ ധാരണയൊക്കെ തെറ്റായ ധാരണകളാ. യേശുക്രിസ്തുവിനെ മനസ്സിലാക്കേണ്ടതെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? തൊട്ടടുത്ത ചോദ്യം യേശു ശിഷ്യന്മാരോട് ചോദിക്കുക. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ വാക്യം. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് മതി. യേശുക്രിസ്തു ജനം എന്ത് പറയുന്നു എന്നതിന്റെ ചോദ്യം ചോദിച്ചു. അതിന്റെ ഉത്തരം പറഞ്ഞു. ജനമൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് യേശുക്രിസ്തു ചോദിക്കുകയാണ്, നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു? ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ എന്ന് പറയട്ടെ, യേശു കർത്താവ് ഇന്ന് ചില ജീവിതങ്ങളോട് ചോദിക്കുകയാണ്,
താങ്കൾ യേശുക്രിസ്തുവിനെ എന്തെന്ന് പറയുന്നു? യേശുക്രിസ്തുവിനെ ആരെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഒരുപക്ഷെ മുമ്പ് പറഞ്ഞതുപോലെ പല നിലകളിൽ യേശുവിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു മതത്തിന്റെ ദൈവമായിട്ടും വെള്ളക്കാരുടെ ദൈവമായിട്ടും കേവലം ഒരു പ്രവാചകനായിട്ടും കേവലം ചില ഉപദേശങ്ങൾ പഠിപ്പിച്ചവനായിട്ടും ഒക്കെ യേശുക്രിസ്തുവിനെ താങ്കൾ കണ്ടിട്ടുണ്ടായിരിക്കാം. യേശുക്രിസ്തുവിനെ ആ നിലയിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ടും ഇരിക്കുന്നവനായിരിക്കാം. എന്നാൽ യേശുക്രിസ്തു വ്യക്തിപരമായി ചോദിക്കുകയാണ്, നിങ്ങളുടെ സഭ എന്ത് പറയുന്നു എന്നല്ല, നിങ്ങളുടെ പള്ളിക്കാർ എന്ത് പറയുന്നു എന്നുള്ളതല്ല, ജനം എന്ത് പറയുന്നു എന്നുള്ളതല്ല, ചില മതക്കാർ എന്ത് പറയുന്നു എന്നുള്ളതല്ല. താങ്കൾ വ്യക്തിപരമായി യേശുക്രിസ്തുവിനെ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു? താങ്കൾ യേശുവിനെ ഏത് തരത്തിലാണ് വ്യക്തിപരമായി മനസ്സിലാക്കിയിരിക്കുന്നത്? യേശുവിനെ അറിയുന്നത് അത് വ്യക്തിപരമാ, യേശുവിനെ അറിയുന്നത് അത് വ്യക്തിപരമാ. ഞാൻ പലപ്പോഴും പല ഇടങ്ങളിൽ പറഞ്ഞിട്ടൊരു വസ്തുതയുണ്ട്. യേശുക്രിസ്തുവിന് അഥവാ ദൈവത്തിന് കൊച്ചുമക്കളില്ല, ദൈവത്തിന് കൊച്ചുമക്കളില്ല. ചില ആളുകളൊക്കെ മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശുവിനെ യേശു അപ്പച്ചൻ എന്ന് വിളിക്കണം, യേശു അപ്പച്ചൻ, യേശു അപ്പൂപ്പൻ എന്നൊക്കെ പാട്ട് വരെ പാടി പഠിപ്പിക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തിന് കൊച്ചുമക്കളില്ല, യേശുക്രിസ്തുവിനും കൊച്ചുമക്കളില്ല. ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ, ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ. എന്റെ അപ്പനും അമ്മയും രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെടണമെന്നില്ല. എന്റെ കുടുംബക്കാരൊക്കെ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെടണമെന്നില്ല. ഞാനൊരു ക്രിസ്ത്യാനിയാകണമെന്നില്ല. ഞാൻ പള്ളിയിൽ പോകുന്നത് കൊണ്ട്, ബ്രദറൻ സഭയിൽ പോകുന്നത് കൊണ്ട്, പെന്തക്കോസുകാരുടെ കൂടെ പോകുന്നത് കൊണ്ട്, ബൈബിൾ എടുക്കുന്നത് കൊണ്ട്, കൺവെൻഷൻ യോഗത്തിന് പോകുന്നത് കൊണ്ട്, പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാകുന്നില്ല. യേശുക്രിസ്തു ഇന്ന് രാത്രിയിൽ ചോദിക്കുകയാണ്, നീ യേശുവിനെ ഏത് നിലയിൽ മനസ്സിലാക്കിയിരിക്കുന്നു? യേശുവിനെ നീ വ്യക്തിപരമായി അറിഞ്ഞിട്ടുണ്ടോ? യേശു ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? അതിന് മറുപടി അപ്പോസ്തലനായ പത്രോസ് നൽകുന്നുണ്ട്. 16-ാമത്തെ വാക്യം. ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. മതി. ശിമോൻ പത്രോസിന്റെ മറുപടി വളരെ വേഗത്തിലായിരുന്നു. അവൻ യേശുവിനെ ശരിയായ നിലയിൽ അറിയേണ്ട നിലയിൽ മനസ്സിലാക്കേണ്ട നിലയിൽ മനസ്സിലാക്കി. അവന്റെ ഉത്തരം ഇങ്ങനെയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പത്രോസ് പറഞ്ഞു, നീ ആരാ? നീ ദൈവത്തിന്റെ പുത്രന? യേശുക്രിസ്തുവിനെ നോക്കിയിട്ട് പറയുക, നീ ദൈവത്തിന്റെ പുത്രന. ഇനി ഈ പത്രോസ് പറഞ്ഞ വാക്കുകളെ മാത്രം ഒന്ന് കീറി മുറിച്ച് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഒന്ന് പത്രോസ് പറയുക, ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം. ഇന്ന് രാത്രിയിൽ ആലത്തൂർ ദേശത്തിന്റെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരോട്, പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെയൊന്ന് പറയട്ടെ, ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പ്രത്യേകത ജീവനുള്ള ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവം, കാണുന്ന ദൈവം, കേൾക്കുന്ന ദൈവം, സ്വർഗത്തിലെ ദൈവം, ബൈബിളിലെ ദൈവം, ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് ഈ യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന ദൈവം, ഞങ്ങൾ പിൻപറ്റുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. വിശുദ്ധ ബൈബിളിലേക്ക് വരുമ്പോൾ ബൈബിളിന്റെ ആ പ്രാരംഭ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ, ബൈബിൾ ആരംഭിക്കുന്നത് തന്നെ ഈ പദം പറഞ്ഞുകൊണ്ട്, ആദിയിൽ ദൈവം, ആദിയിൽ ദൈവം, ആദിയിൽ ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയരെ, താങ്കൾ മനസ്സിലാക്കണം, ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം, ദൈവം ജീവനുള്ള ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. നാം ഈ ജീവിക്കുന്ന കാലയളവിൽ, ഈ കാലഘട്ടത്തിൽ ദൈവത്തെ തള്ളിപ്പറയുന്ന അനേക ആളുകൾ വർദ്ധിച്ചു വരുന്ന കൂട്ടമാണ്. സമൂഹ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ നിരവധി, ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന നിരവധി പ്രിയപ്പെട്ടവർ. പ്രായമൊന്നും മാറ്റി പറയേണ്ട ആവശ്യം, യൗവനക്കാർ മാത്രമല്ല, പ്രായം ചെന്ന ആളുകൾ വരെ ഈ നാടുകളിൽ എപ്പോ നോക്കിയാലും ആ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ രാത്രിയിൽ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, രാത്രിയിൽ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നു. ചെന്ന് നോക്കിയപ്പോൾ പ്രായമായ തന്റെ മാതാവ് ഫേസ്ബുക്കിൽ എന്തോ കണ്ടുകൊണ്ടിരുന്നതിന്റെ ശബ്ദമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പ്രായഭേദ്യം എല്ലാ ആളുകളും ഇന്ന് സമൂഹ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചാലും നമുക്കൊരു വസ്തുത മനസ്സിലാക്കാൻ കഴിയും. ഈ കാലഘട്ടത്തിന്റെ, ഈ ലോകത്തിലെ ആളുകളുടെ മനസ്സിന്റെ അവസ്ഥ എന്തെന്ന് അത് വിളിച്ചറിയിക്കുകയാണ്. ദൈവം വേണ്ട, ദൈവത്തെ അംഗീകരിക്കാൻ താല്പര്യമില്ലാത്ത, ദൈവം വേണ്ട എന്ന് പറയുന്ന, ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ വർദ്ധിച്ചു വരികയാണ്. നാസ്തികരുടെ എണ്ണം അനുദിനവും കൂടിക്കൊണ്ടിരിക്കുക, നാസ്തികവാദികൾ അനുദിനവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക, അവരുടെ ഗ്രൂപ്പും അംഗങ്ങളും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുക. ഇവരെന്താ പറയാൻ ശ്രമിക്കുന്നത്? ദൈവമൊന്നുമില്ല, ദൈവമില്ല, ഒരു സൃഷ്ടിതാവില്ല, ഒരു ദൈവമില്ല, ഒരു ദൈവമില്ല. ഇതാ നാസ്തികവാദികൾ.
മറ്റൊരു കൂട്ടരുണ്ട് അജ്ഞേയതാവാദികൾ. ഇവർ പറയുന്നത് എന്താണെന്നറിയാമോ? ഇവർ പറയുന്നത് ദൈവമുണ്ടോ ഇല്ലയോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഇതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ദൈവമുണ്ടോ? ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, ഞങ്ങൾക്കത് പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടുന്ന അജ്ഞേയതാവാദികൾ എന്ന് പറയുന്ന മറ്റൊരു കൂട്ടരുമുണ്ട്. ഒരു പക്ഷേ അത് വളരെ പ്രചാരമേറിയ ഒരു കൂട്ടരാണ് പരിണാമ പരിണാമവാദികൾ. ഇവർ പറയുന്നത് എന്താണ്? ഈ കാണുന്നതൊക്കെയും പരിണമിച്ചു വന്നതാണ്. ഇനി നാസ്തികരായിരിക്കുന്ന ആളുകൾ പറയുന്നത് ദൈവമില്ല, ഒരു സൃഷ്ടിതാവില്ല, ഒരു ജീവനുള്ള ദൈവമില്ല. ഈ ആളുകളൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ഇവരോട് ചോദിക്കുക, അങ്ങനെയെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചം എങ്ങനെ ഉണ്ടായതാ? ഈ കാണുന്ന ആകാശവും ഭൂമിയും ഒക്കെ എങ്ങനെ ഉണ്ടായതാ? അവർ പറയും അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഇതിങ്ങനെയായിരുന്നു. എന്റെ കയ്യിൽ ഒരു വാച്ച് കെട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുക, ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് യോഗത്തിന് വരാൻ തുടങ്ങിയപ്പോൾ നോക്കിയപ്പോൾ ഇതായിരിക്കുന്ന ഒരു വാച്ച് ആര് നിർമ്മിച്ചതൊന്നുമല്ല, ഞാൻ വാങ്ങിയതൊന്നുമല്ല, ഇത് അതുപോലെ എവിടെ ഇരിക്കുകയായിരുന്നു, തന്നെ ഉളവായി വന്നതാണ് എന്ന് പറഞ്ഞാൽ പറയും ഇവൻ ഭോഷത്വമാ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത്രയും ക്രമമായിട്ട് കൃത്യ അളവുകൾ അനുസരിച്ച് ആകാശത്ത് നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്ന പക്ഷിമൃഗാദികളെ സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ആ ഒരു ദൈവമില്ല എന്ന് കണ്ണടച്ച് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ കണ്ണടച്ചിരുട്ടാക്കുവാൻ നോക്കുകയില്ല, നട്ടുച്ചയ്ക്ക് നിന്നതുകൊണ്ട്. അപ്പോൾ നാസ്തികവാദികൾ പറയുന്നതൊക്കെ സുബോധമുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കുവാൻ കഴിയുകയില്ല. ഇനി ഇതിൽ നിന്ന് ഉത്തരം ലഭിക്കാത്ത ആളുകളൊക്കെ കൂടുന്ന മറ്റൊരു കൂട്ടം, രണ്ടാമത് പറഞ്ഞ കൂട്ടം അജ്ഞേയതാവാദികൾ. ഇവർ പറയും ദൈവമുണ്ടോ ഇല്ലയോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, സൃഷ്ടിതാവുണ്ടോ, ഉണ്ടായിരിക്കാം, ഞങ്ങൾ കാണുന്നില്ലല്ലോ, കാണാത്ത ദൈവത്തെ ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും, കാണാത്തത് കൊണ്ട് അംഗീകരിക്കുകയില്ല. അങ്ങനെ ഇവരോട് ചോദിച്ച് ഇവിടെയൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ഇതെങ്ങനെയാ കത്തുന്നത്? വൈദ്യുതിയാ, ഇലക്ട്രിസിറ്റിയാ. അങ്ങനെയാണെങ്കിൽ വൈദ്യുതി കാണാൻ കഴിയുമോ? ഇല്ല, കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ വൈദ്യുതി ഇല്ലെന്ന് പറഞ്ഞ വൈദ്യുതി ഇല്ലെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ അംഗീകരിക്കുമില്ല, കാണാത്തത് കൊണ്ട് നിങ്ങൾ അംഗീകരിക്കാതിരിക്കുമോ? ഇനി ഇവിടെ കാറ്റ് വീശുന്നുണ്ട്, നല്ല കാറ്റ് ഇവിടെ വീശിക്കൊണ്ടിരിക്കുക. ഈ കാറ്റ് വീശുമ്പോൾ ഞാൻ പറയുക കാറ്റെന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ആ കാണുവാൻ കഴിയത്തില്ലല്ലോ കാറ്റിനെ, അതുകൊണ്ട് കാറ്റില്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? സുബോധമുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കുകയില്ല. അപ്പോൾ ഇവർ പറയുന്നതൊക്കെ പൊള്ളയായിരിക്കുന്ന വാദങ്ങളാണെന്ന് ഇവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഈ പരിണാമ സിദ്ധാന്തക്കാർ, അവരുടെ കാര്യം വളരെ രസകരമാണ്. ഇത് പറഞ്ഞാലും തീരുകയില്ല. ഈ പരിണാമ സിദ്ധാന്തക്കാര് ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ, മനുഷ്യനെ നോക്കിയിട്ട് എങ്ങനെ മനുഷ്യനുണ്ടായി ഇവർ പറയും. ദൈവത്തെ മാറ്റി നിർത്താൻ ഇവർ പറയും ഇവർ കണ്ടെത്തിയ ഒരു മാർഗം കുരങ്ങിൽ നിന്ന് പരിണമിച്ചു വന്നതാ. കുരങ്ങിൽ നിന്ന് പരിണമിച്ച. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം സൂവിൽ മൃഗശാലയിൽ ചെന്നാൽ കാണാൻ പാടില്ലാത്ത ഒറ്റ മൃഗം അവിടെയുണ്ട്. എന്താ? കുരങ്ങൻ. അവിടെ കുരങ്ങുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? മനുഷ്യൻ പരിണമിച്ചു വന്നില്ലെന്നല്ലേ? പരിണമിച്ചു മനുഷ്യനായി തീർന്നതാണെങ്കിൽ ഇന്ന് അവിടെ കുരങ്ങൻ ഉണ്ടാകാൻ പാടില്ല. ഇനി ഇത് വിശ്വസിക്കുന്ന ആളുകളെ നോക്കിയിട്ട് പറയുക, താങ്കളുടെ മുത്തച്ഛൻ നല്ലൊരു സുന്ദരനായിരിക്കുന്ന, നല്ലൊരു ആരോഗ്യവാനായിരുന്ന, ഒരു സുന്ദരനായ ആരോഗ്യവാനായ നല്ലൊരു കുരങ്ങച്ചനാണെന്ന് പറഞ്ഞാൽ അവരുടെ മുഖത്ത് നോക്കി പറയാൻ സാധിക്കുമോ എന്നറിഞ്ഞുകൂടാ. അവരതിന് സമ്മതിക്കുമോ? നമുക്കറിയാം അങ്ങനെയൊന്നും അവർ സമ്മതിക്കുകയില്ല. അപ്പോൾ ഇവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, ഇവർ അംഗീകരിക്കുവാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് പോലും അടിസ്ഥാനമില്ല എന്നത് വാസ്തവമല്ലേ? അപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തുവാൻ, ദൈവത്തെ അംഗീകരിക്കാതിരിക്കുവാൻ, ജീവനുള്ള ഒരു ദൈവമില്ല എന്ന് പറയുവാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. മറ്റൊരു കൂട്ടം ആളുകളുണ്ട് ഇതൊന്നും പെടാതെ ദൈവമുണ്ടെന്നൊക്കെ പറയുന്ന ഒരു സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. എന്നാൽ ആ ദൈവം ഇന്ന് വൃദ്ധനായി തീർന്നിരിക്കുന്നു. ആ ദൈവത്തിന് ഇന്ന് പഴയ പോലെ പ്രവർത്തിക്കുവാനൊന്നും കഴിയുന്നില്ല. അവൻ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിന്റെ ഏതോ ഒരു കോണിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണെന്നൊക്കെയാ യേശു ദൈവത്തെ കുറിച്ചൊക്കെ പറയുന്നത്. എനിക്ക് കേൾക്കുന്ന പ്രിയരെ, ഇങ്ങനെ തെറ്റായി ദൈവത്തെ തള്ളിക്കളയുവാൻ ശ്രമിക്കുന്ന ഈ ലോകത്ത് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുക ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, അറിയുന്ന ഒരു ദൈവമുണ്ട്, കാണുന്ന ഒരു ദൈവമുണ്ട്, പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, ന്യായം പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ട്. പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 1-ാം വാക്യം വായിക്കുവാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടേക്ക് കടക്കുന്നില്ല. അവിടെ ഏലിയാവിനെ കുറിച്ച്, പ്രവാചകനായ ഏലിയാവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ആഹാബ് രാജാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഏലിയാവ് പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന ജീവനുള്ള ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. ഞാൻ സേവിച്ചു നിൽക്കുന്ന ജീവനുള്ള ദൈവമായ യഹോവ, അതായത് ശരിയായ തർജ്ജമ ജീവനുള്ള ദൈവം. ആ നാളുകളിൽ ഇസ്രായേൽ ജനമൊക്കെ ചിന്തിച്ചിരുന്നത്
തങ്ങളെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇന്നില്ല, അവൻ മൃതനായിരിക്കുന്നു, ആ ദൈവത്തിന് പഴയ പോലെ ആരോഗ്യമില്ല, ശക്തിയില്ല, ബലഹീനനായി തീർന്നിരുന്നു എന്നൊക്കെ ആളുകൾ ചിന്തിക്കുമ്പോൾ ഏലിയാവ് കടന്നു വന്നുകൊണ്ട് ആഹാബ് രാജാവിന്റെ മുമ്പിൽ മുട്ടുമടക്കാതെ നിന്നുകൊണ്ട് പറയുകയാണ്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അവൻ ജീവിക്കുന്ന ദൈവമാണ്. ഇന്നീ പന്തലിന് കീഴിലിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ഒന്നടങ്കം ഇങ്ങനെ പറയുവാൻ കഴിയും, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, ഞങ്ങൾ ഏറ്റുപറയുന്ന ദൈവം, ഞങ്ങൾ പിൻപറ്റുന്ന ദൈവം, ഞങ്ങൾ അനുഗമിക്കുന്ന ദൈവം, ഞങ്ങൾ അനുസരിക്കുന്ന ദൈവം, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള സത്യദൈവം. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഈ ദൈവം കാണുന്നുണ്ട്, ഈ ദൈവം അറിയുന്നുണ്ട്, ഈ ദൈവം സകല കാര്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഒന്ന് പറയട്ടെ, കാണുന്ന ഒരു ജീവനുള്ള ദൈവം ഉണ്ട്. ചില ആളുകളൊക്കെ അനുദിന പത്രമൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ പറയും, ഓ എന്തെല്ലാം അക്രമങ്ങളാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്, ഇതൊന്നും കാണുന്ന ഒരു ദൈവമില്ലേ? ഉത്തരമുണ്ട്, ഉണ്ട്, ഉണ്ട്. ഇത് കാണുന്ന ഒരു ദൈവമുണ്ട്. കേൾക്കുന്ന ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളും വാർത്തകളും കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. സകലവും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇനി ഞാൻ പറയട്ടെ, ആലത്തൂർ ദേശത്തോട് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, താങ്കളുടെ ജീവിതത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ ഇരുട്ടിന്റെ മറവിൽ താങ്കൾ മാറി നിന്നുകൊണ്ട് എനിക്ക് മുൻപോട്ട് വരണ്ട, എനിക്ക് വെളിച്ചത്തിലേക്ക് വരുവാൻ സാധ്യമല്ല, എന്നെ ആളുകളൊക്കെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, എന്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ട, എന്റെ നാട്ടുകാർക്ക് എന്നെ വേണ്ട, ഞാൻ ഒന്നിനും കൊള്ളാത്തവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം താങ്കളെ കണ്ടുകൊണ്ടിരിക്കുക, താങ്കളുടെ ഹൃദയത്തെ കണ്ടുകൊണ്ടിരിക്കുക, താങ്കളുടെ അവസ്ഥകളെ കണ്ടുകൊണ്ടിരിക്കുക. ഒരു വാക്ക് ചേർത്ത് ഞാൻ ഇങ്ങനെയൊന്ന് പറയട്ടെ, ഈ ലോകത്തിലെ പാപത്തെ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാപപ്രവൃത്തികൾ, അക്രമങ്ങൾ ദൈവം കണ്ടുകൊണ്ടിരിക്കുക. ചില ഭർത്താക്കന്മാരൊക്കെ ഭാര്യമാരെ ചതിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും പുരുഷന്മാരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഭാര്യയോട് മറച്ചുവെച്ച് പല കാര്യങ്ങളും താങ്കൾ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്നാൽ താങ്കളുടെ സ്വകാര്യ പ്രവൃത്തികളെ കാണുന്ന, താങ്കളുടെ സ്വകാര്യ പാപത്തെ കാണുന്ന, രഹസ്യ പാപങ്ങളെ കാണുന്ന ഒരു ദൈവം ഉണ്ട്. ആ ദൈവം കാണുന്നുണ്ട്, ആ ദൈവം അറിയുന്നുണ്ട്. നീ നിന്റെ കൂട്ടു സഹോദരന് നേരെ ദൂഷണം പറഞ്ഞാൽ, ദോഷം പറഞ്ഞാൽ അത് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്താലും, താങ്കളുടെ ഉള്ളിൽ ഇപ്പോൾ എന്ത് ചിന്തിച്ചാലും, ഈ ചിന്തകളൊക്കെ അറിയുന്ന, ഹൃദയ വിചാരങ്ങളെ അറിയുന്ന, പ്രവൃത്തികളെ അറിയുന്ന, വാക്കുകളെ അറിയുന്ന, കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഈ ദൈവജനത്തോട് ഞാൻ ഇങ്ങനെയൊന്ന് പറയട്ടെ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാ. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാ. ദൈവജനം എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്? ഏത് സമയവും അവരെ നോക്കിയാൽ പ്രാർത്ഥിക്കുന്നത് കാണാം. പ്രാർത്ഥനാ യോഗങ്ങൾക്ക് അവർ കടന്നു പോകുന്നു. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുവാൻ പോകുന്നത്? ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന, ഞങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങളുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുന്ന, ഞങ്ങളുടെ ജീവിതങ്ങൾ കാര്യങ്ങൾ സാധിപ്പിച്ചു നൽകുന്ന ഒരു ജീവനുള്ള ദൈവം ഞങ്ങൾക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ ദൈവം ഇന്ന് രാത്രിയിൽ വിളിച്ചറിയിക്കുകയാ. ഈ ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവമാ. ജീവിക്കുന്ന ദൈവം സകലവും അറിയുന്ന ദൈവമാ. ജീവിക്കുന്ന ദൈവം സകലവും കാണുന്ന ദൈവമാ. ജീവിക്കുന്ന ദൈവം സകലവും കേൾക്കുന്ന ദൈവമാ. ജീവിക്കുന്ന ദൈവം സ്വയം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവമാ. ഇനി എങ്ങനെയാ ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്? ദൈവം എങ്ങനെയാ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത്? അക്കമിട്ട് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് വരട്ടെ. ഒന്ന്, ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ സൃഷ്ടിയിലൂടെയാ. ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ ഈ സൃഷ്ടി നമുക്ക് വെളിപ്പെടുത്തി നൽകുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്: ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ പ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കിക്ക്, ഈ ആകാശത്തിലേക്കൊന്ന് നോക്കിക്ക്, പക്ഷിമൃഗാദികളെ നോക്കിക്ക്. ഈ പക്ഷിമൃഗാദികളെ കാണുമ്പോൾ, ആകാശത്തിലേക്ക് നോക്കി എണ്ണമറ്റ നക്ഷത്രങ്ങളെ കാണുമ്പോൾ, പകൽ സൂര്യനെ കാണുമ്പോൾ, രാത്രി ചന്ദ്രനെ കാണുമ്പോൾ, രാത്രിയാകുമ്പോൾ ഇരുട്ട് സംഭവിക്കുന്നു, രാവിലെയാകുമ്പോൾ വെളിച്ചം കടന്നു വരുന്നു. മനുഷ്യ ജീവിതങ്ങളെ നോക്കുമ്പോൾ ഓരോരുത്തരും വ്യത്യസ്തനായി നിസ്തുല്യനായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈ സൃഷ്ടികളെയൊക്കെ കാണുമ്പോൾ ഒരു സൃഷ്ടിതാവായ ദൈവമുണ്ട് എന്ന് സൃഷ്ടി വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവമില്ല, സൃഷ്ടിതാവില്ല എന്നൊക്കെ ഒരുവൻ പറഞ്ഞാൽ അവൻ കണ്ണടച്ച് നട്ടുച്ചയ്ക്ക് ഇരുട്ടാക്കുവാൻ ശ്രമിക്കുന്നവനാണ്. ഈ സൃഷ്ടിയെ നോക്കുമ്പോൾ, പ്രപഞ്ചത്തെ നോക്കുമ്പോൾ അഖിലാണ്ടത്തെ ഉളവാക്കിയ ബുദ്ധിമാനായ, സർവശക്തനായ, സർവജ്ഞാനിയായ ഒരു ദൈവമുണ്ട് എന്ന് സൃഷ്ടി വെളിപ്പെടുത്തുകയാണ്. രണ്ട്, ദൈവത്തെ വെളിപ്പെടുത്തുന്നത് വേദപുസ്തകം അഥവാ വിശുദ്ധ ബൈബിൾ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്.
66 പുസ്തകങ്ങളുള്ള ഈ ബൈബിൾ ദൈവത്തെ വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ സ്വഭാവങ്ങൾ, അവന്റെ പ്രവൃത്തികൾ, ദൈവത്തിന്റെ നാമം, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ, അങ്ങനെ ദൈവം മനുഷ്യന് എന്തെല്ലാം അറിയണമെന്ന് ആഗ്രഹിച്ചുവോ അതൊക്കെ ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ ബൈബിളിലൂടെയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെയൊന്ന് പറയട്ടെ, ബൈബിൾ നിങ്ങൾ വായിക്കണം. ഒരുപക്ഷെ നിങ്ങൾ സഭയിലും പള്ളിയിലും ഒക്കെ പോകുന്നവരായിരിക്കാം, എന്നാൽ ബൈബിൾ എടുത്തു വെച്ച് വായിക്കാറുണ്ടോ? ചില ആളുകളൊക്കെ ബൈബിൾ എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? തലയിണക്ക് അടിയിൽ വയ്ക്കുവാന്, രാത്രിയിൽ പേടിക്കാതിരിക്കുവാൻ ബൈബിൾ. ചില ആളുകൾ ഇതിനെ പൂജിക്കാൻ വേണ്ടി വെച്ചിരിക്കുക, പ്രത്യേക ഒരു കോഡിൽ വെച്ചിരിക്കുന്നു. വൈകുന്നേരങ്ങളിൽ മാത്രം അതെടുത്ത് ചിലരുടെ ബൈബിൾ കണ്ടാൽ അറിയാം നടുഭാഗം മുഴുവൻ ഇങ്ങനെ പഴയതായിട്ടിരിക്കും. എന്താ കാര്യം? വൈകുന്നേരമാകുമ്പോൾ തുറന്നു വെച്ചിട്ട് നടുവിൽ വെച്ച് സങ്കീർത്തന പുസ്തകം എടുത്തു വെച്ച് മാത്രം വായിക്കും. സങ്കീർത്തനം മാത്രമേ ബൈബിളിലുള്ളൂ എന്നാണ് ഈ ആളുകളുടെയൊക്കെ ചിന്ത. ഞാൻ ഇങ്ങനെയൊന്ന് പറയട്ടെ, ഈ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങളിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുക. മനുഷ്യൻ ദൈവത്തെ കുറിച്ച് അറിയേണ്ടതൊക്കെയും, മനുഷ്യൻ മനുഷ്യനെ കുറിച്ച് അറിയേണ്ടതൊക്കെയും, മനുഷ്യന്റെ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, മനുഷ്യന്റെ ഭാവി എന്താണ്, ഈ ലോകത്തിന്റെ ആരംഭം എവിടെയാണ്, ഈ പ്രപഞ്ചത്തിന്റെ ആരംഭം എവിടെയാണ്, ആകാശവും ഭൂമിയും എങ്ങനെയുള്ളതായി, ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ ഉരുത്തിരിയുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം നൽകുവാൻ കഴിയുന്ന ഈ ലോകത്തിലെ ഏക ഗ്രന്ഥം അത് ബൈബിൾ മാത്രമാണ്. ഈ ബൈബിൾ ദൈവത്തെ വെളിപ്പെടുത്തുന്നു. വേഗത്തിൽ മുമ്പോട്ട് വരട്ടെ. ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒടുവിലത്തെ വെളിപ്പെടുത്തലാണ് പത്രോസ് ഇവിടെ തുറന്നു പറയുന്ന യാഥാർത്ഥ്യം. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഞാൻ ഇങ്ങനെയൊന്ന് പറയട്ടെ, ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നമുക്കൊരു വാക്യം വായിച്ചു കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മതി. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഏകജാതനായ പുത്രൻ, ദൈവത്തിന്റെ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവപുത്രനായ ക്രിസ്തുവേശു ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ ആലത്തൂർ ദേശത്തോട് വിളിച്ചറിയിക്കട്ടെ, നിങ്ങൾക്ക് ദൈവത്തെ കാണണമെങ്കിൽ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അതാ കർത്താവായ യേശു ക്രിസ്തുവാണ്, ദൈവപുത്രൻ അഥവാ ദൈവം തന്നെ. ചില ആളുകളൊക്കെ പറയും യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൈവപുത്രൻ എന്നല്ലേ? ദൈവപുത്രനല്ല. അപ്പോൾ യേശുക്രിസ്തു ഒരു ചെറു ദൈവമാ? യേശുക്രിസ്തു ഒരു ചെറു ദൈവമാ? പിതാവിന്റെ അത്രയും സമനല്ലാത്ത ഒരു ചെറു ദൈവമാണ് യേശുക്രിസ്തു എന്നൊക്കെ ചില ആളുകൾ ഈ ദൈവപുത്രൻ എന്നുള്ള പദം എടുത്തു വെച്ചുകൊണ്ട് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരൊക്കെയുണ്ട്. ഞാൻ പറയട്ടെ, ക്രിസ്തീയ മതക്കാരെന്ന് പറഞ്ഞുകൊണ്ടും ക്രിസ്തീയ വിഭാഗക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കൂട്ടരൊക്കെയുണ്ട്. ചില കൂട്ടർ ഇവർ പറയും യേശുക്രിസ്തു ഉണ്ട് കേട്ടോ, യേശുക്രിസ്തു ഉണ്ടായത് ഒരു ചരിത്ര സത്യം തന്നെയാ. എന്നാൽ യേശുക്രിസ്തു ഒരു പൂർണ്ണ ദൈവമൊന്നുമല്ല, യേശുക്രിസ്തു പിതാവിൽ സമനായ ഒരു ദൈവമൊന്നുമല്ല, യേശുക്രിസ്തു ഒരു കൊച്ചു ദൈവമാ. കൊച്ചു ദൈവം അങ്ങനെയാണെങ്കിലും ഒക്കെ തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ ഇവർക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തു ഈ കാര്യങ്ങൾ സംസാരിച്ചത് യഹൂദന്മാരാണ്. യഹൂദന്മാരെ നോക്കിക്കൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൽ 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ പുത്രൻ, എന്റെ പിതാവിന്റെ അടുക്കൽ നിന്ന് ഞാൻ വന്നിരിക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഇവൻ ദൈവദൂഷണം പറയുന്നു. എന്നിട്ട് എന്ത് ദൈവദൂഷണമായി ഇവർ പറയുന്നത്? യേശു ചെയ്തു എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? ഇവൻ ദൈവത്തോട് തന്നെ സമനാക്കിയിരിക്കുന്നു. ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് തന്നെ സമനാക്കിയിരിക്കുന്നു. മനസ്സിലായോ? യഹൂദന്മാർക്ക് കാര്യം മനസ്സിലായി. ആലത്തൂർ ദേശത്ത് ഇന്നാരെങ്കിലും ഇത് മനസ്സിലാക്കാത്തവരായി ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണത്, യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവപുത്രൻ സമം ദൈവം തന്നെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നാൽ അവൻ ജീവനുള്ള ദൈവം തന്നെ. അതുകൊണ്ട് യേശുക്രിസ്തു ദൈവമാണ്. ഇനി യേശുക്രിസ്തുവിനെ കുറിച്ച് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ജനാവതാരം എടുത്തു വന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു സത്യമുണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ വാക്യത്തിന്റെ ആശയമൊന്ന് ലളിതമായി പറയട്ടെ,
ദൈവത്തെ കാണണമോ, ദൈവത്തെ അറിയണമോ, ദൈവത്തിന്റെ സ്വഭാവം അറിയണമോ, ദൈവത്തിന്റെ സർവ്വ സ്വഭാവങ്ങളും ദേഹരൂപമായി വസിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഇനി നിങ്ങൾ പറയുക, ദൈവം സ്നേഹമാണ്. ഈ സ്നേഹവാനായ ദൈവത്തെ കാണണമോ? നോക്കുക യേശു ക്രിസ്തുവിനെ. ഈ ദയുള്ള ദൈവമാണ്. ഈ ദയ കാണണമോ? നോക്കുക യേശു ക്രിസ്തുവിനെ. ഈ ദൈവം കരുണയുള്ള ദൈവമാണ്. കാണണമോ? കാണുക യേശു ക്രിസ്തുവിൽ. യേശു ക്രിസ്തു ദൈവത്തിന്റെ സകല സ്വഭാവങ്ങളുമുള്ള ദൈവം തന്നെ എന്ന് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നു. യേശു ക്രിസ്തു ദൈവമാണ്. ഇനി ചെറിയ ആളുകൾ പറയാറുണ്ട്, ശരി, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നു, യേശു ക്രിസ്തു എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദൈവമാണെന്ന്? ചിലരുടെ തർക്കവാദമാണ്. നിങ്ങൾ യേശു ക്രിസ്തു ദൈവമാണെന്നൊക്കെ പറയുന്നു. ശരി, നിങ്ങൾ പറയുന്നതല്ലേ ഉള്ളൂ. യേശു ക്രിസ്തു എപ്പോഴെങ്കിലും പറഞ്ഞു ഞാൻ ദൈവമാണെന്ന്? ഇനി ഞാൻ ഈ യാനത്വ ദേശത്തേക്ക് കടന്നു വന്നിട്ട് ഞാനിവിടെ പുതിയ ആളാണ്, അപ്പൊ ഞാനിവിടെ നിന്നുകൊണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തുകയും ഞാനൊരു മനുഷ്യനാണ്. ഇങ്ങനെ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തിയാൽ നിങ്ങൾ പറയും, നിങ്ങൾ നെറ്റ് ചുരുക്കും, ഇവൻ എന്ത് ദോഷത്വമായി പറയുന്നത്, ഇവൻ എന്ത് ദോഷമായി പറയുന്നത്? ഞാനൊരു മനുഷ്യനാണെന്ന് പരിചയപ്പെടുത്തുമോ? ഏതെങ്കിലും മനുഷ്യൻ എങ്ങനെ പരിചയപ്പെടുത്തുമോ? ഇവനെ കണ്ടാൽ അറിയത്തില്ല മനുഷ്യനാണെന്ന്. ഞാൻ ഇങ്ങനെയെന്ന് പറയട്ടെ, യേശു ക്രിസ്തു നിന്നുകൊണ്ട് ഞാൻ ദൈവം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അവനെ കണ്ടാൽ അറിയത്തില്ലേ? അവന്റെ സ്വഭാവം കണ്ടാൽ അറിയത്തില്ലേ? അവന്റെ പ്രവൃത്തി കണ്ടാൽ അറിയത്തില്ലേ? അവന്റെ സ്വഭാവവും അവന്റെ പ്രവൃത്തിയും അവന്റെ നാമവും ഒക്കെ വെളിപ്പെടുത്തുക. യേശു ക്രിസ്തു ദൈവമാണ്. യേശു ക്രിസ്തു ദൈവമാണ്. യഹൂദന്മാർ അവന്റെ പേര് കേട്ടപ്പോൾ, നാമം കേട്ടപ്പോൾ, ദൈവപുത്രൻ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി ഇവൻ ദൈവമാണ്. ഇവന്റെ പ്രവൃത്തികൾ, യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ കണ്ടപ്പോൾ മനസ്സിലായി ഇവൻ ദൈവമാ. ഇവൻ മരിച്ചവരെ, യേശു ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ചു. ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ വാക്യങ്ങൾ എടുത്തു വെച്ച് വായിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം, ആ വാക്യം മാത്രം ഒന്ന് വായിച്ചു കേൾക്കാം. വളരെ പരിചിതമായിരിക്കുന്ന ഒരു വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് വെളിപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. സകലവും യേശു ക്രിസ്തു മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇന്ന് രാത്രിയിൽ ആലത്തൂർ ദേശത്തോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ പറയട്ടെ. യേശു ക്രിസ്തു സൃഷ്ടിതാവാണ്. അവനാണ് സകലവും സൃഷ്ടിച്ചത്. അഖിലാണ്ടത്തിന്റെ ഉടയവനാണ് യേശു ക്രിസ്തു. ഇനി എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം, ആ വാക്യം മുഴുവൻ വായിച്ചു കേൾപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവം അനുവദിച്ച നാളെ വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം എങ്ങനെയാ? എബ്രായർ 1:3, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനായ യേശു കർത്താവ്. ഞാൻ പറയട്ടെ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനായ, പരിപാലിക്കുന്നവനായ കർത്താവ്. അവൻ സൃഷ്ടിതാവായ ദൈവമാണ്. തീരുന്നില്ല. സൃഷ്ടിച്ചിട്ട് അവൻ എവിടെയെങ്കിലും ഒളിച്ചു താമസിക്കുന്ന ദൈവമല്ല. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അവൻ സകലത്തെയും പരിപാലിക്കുകയാണ്. തന്റെ കൈക്കുള്ളിലിട്ടുകൊണ്ട് തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന, പരിപാലിക്കുന്ന ദൈവമാണ് യേശു ക്രിസ്തു. ഇനി മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വിദ്വാൻമാർ കടന്നു വന്ന് നക്ഷത്രം കിഴക്ക് കണ്ടിട്ട് വിദ്വാൻമാർ കടന്നു വന്നിട്ട് യേശുവിനെ ശിശുവായിരിക്കുന്ന യേശുവിനെ അവന്റെ അമ്മയെയും അപ്പനോടും കൂടെ അവിടെ യോസേഫിനോടും കൂടെ കാണുകയാണ്. അവിടെ വായിക്കുന്ന ഒരു വാക്യം ഇങ്ങനെയാണ്: വിദ്വാൻമാർ അവരെ കണ്ടിട്ട് അവനെ നമസ്കരിച്ചു. മനസ്സിലാക്കണമേ, ഈ വാക്യമൊക്കെ നിങ്ങൾ എടുത്തു വെച്ച് ശരിക്കും വായിക്കേണ്ട വാക്യങ്ങളാണ്. 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ യേശുവിനെ തന്റെ അമ്മയോടും യോസേഫിനെയോടും കൂടെ കണ്ടിട്ട് അവരെ കണ്ടിട്ട് അവനെ നമസ്കരിച്ചു. യേശുവിനെ ആരാധിച്ചു. അല്ല, യേശുവിനെ ആരാധിച്ചു, യേശുവിനെ നമസ്കരിച്ചു. ഇനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? 6 ചിറകുള്ള സാരാഫുകൾ അവന് ചുറ്റും നിന്നുകൊണ്ട് 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ എന്ന് കർത്താവിനെ കുറിച്ച് പറയുകയാ. കർത്താവിനെ ആരാധിക്കുകയാ. യേശു കർത്താവ് ആരാധ്യനാണ്. അവൻ സൃഷ്ടിതാവാണ്. അവൻ സകലത്തെയും പരിപാലിക്കുന്നവനാണ്. അവൻ ആരാധ്യനായിരിക്കുന്നവനാണ്. ഇനി ഒരു വസ്തുത കൂടെ പറയട്ടെ, അവൻ സർവശക്തനാണ്. അവൻ സകലവും ചെയ്യുവാൻ ശക്തനാണ്. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ശക്തൻ. യേശു ക്രിസ്തു നാനാവ്യാധിക്കാരെ സൗഖ്യമാക്കി കടലിൽ വെള്ളത്തിന്മീത് നടന്നവൻ, കടലിനെയും കാറ്റിനെയും ശാന്തനാക്കിയവൻ. അവനാൽ അസാധ്യമായി യാതൊന്നുമില്ല. ഇനി ഒരു വസ്തുത കൂടെ പറഞ്ഞ് ഇന്ന് രാത്രിയിലെ സന്ദേശം ഞാൻ അവസാനിപ്പിക്കാം. ഈ ദൈവമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു
മനുഷ്യനായി എന്തിന് ഭൂമിയിലേക്ക് വന്നു? എന്തിന് ഭൂമിയിലേക്ക് വന്നു? നമുക്ക് വായിച്ചു കേൾക്കാം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 7-ാം വാക്യം കൂടെ വായിക്കാമോ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. അവിടെ നിന്ന് ഈ ആളുകളുടെ പ്രതികരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ നാം വായിക്കുന്നു, പക്ഷപാതക്കാരനായിരിക്കുന്ന ഒരു വ്യക്തിയെ, ഒരു രോഗിയെ കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു പറയുക, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തരുന്നു. അപ്പോൾ അവിടെ നിന്ന് യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ മനസ്സിൽ ചിന്തിച്ചു, ദൈവത്തിനല്ലാതെ പാപത്തെ മോചിച്ചു നൽകുവാൻ കഴിയുന്നത് ആർക്കാ? അവർ ചിന്തിച്ച കാര്യം ശരിയാ, അവരുടെ മനസ്സിലെ ചിന്ത ശരി തന്നെയാ, അവരുടെ കണ്ടുപിടുത്തം ശരി തന്നെയാ. ദൈവത്തിനല്ലാതെ മനുഷ്യന്റെ പാപത്തെ മോചിക്കുവാൻ ക്ഷമിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് ലോകത്തിലുള്ള ചില ആളുകളൊക്കെ ചിന്തിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ ചില ആളുകളോട് വെളിപ്പെടുത്തിയ, നിങ്ങളുടെ പാപങ്ങൾ ചില ആളുകളോട് ഏറ്റുപറഞ്ഞാൽ അവർ പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ ക്ഷമിക്കപ്പെട്ടുവെന്ന അല്ലല്ലല്ല. യഹൂദന്മാരായിരിക്കുന്ന മതനേതാക്കന്മാർ ഇവിടെ വെളിപ്പെടുത്തുകയാണ്, മതപുരോഹിതന്മാർ വെളിപ്പെടുത്തുകയാണ്, ദൈവത്തിനല്ലാതെ പാപത്തെ ക്ഷമിക്കുവാൻ ആർക്കു കഴിയും? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പക്ഷപാതക്കാരനെ നോക്കിക്കൊണ്ട് യേശു കർത്താവ് പറയുകയാണ്, നിന്റെ പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു. എന്തുകൊണ്ട് യേശുക്രിസ്തു അത് പറഞ്ഞു? അവൻ ദൈവമായിരിക്കുന്നത് കൊണ്ട് പാപത്തെ മോചിക്കുവാൻ, പാപത്തെ ക്ഷമിക്കുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു. എന്തിനാണ് ദൈവം, സ്വർഗ്ഗത്തിലെ ദൈവം, അഖിലാണ്ടത്തിനുടേ ഉടയവനായ ദൈവം എന്തിന് മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു? എന്തിനെന്ന് ചോദ്യത്തിന് ഉത്തരമാ, പാപത്തെ ക്ഷമിക്കുവാൻ, പാപത്തെ മോചിച്ചു നൽകുവാൻ. മനുഷ്യന് അസാധ്യമായിരിക്കുന്ന പാപമോചനം മനുഷ്യന്റെ കർമ്മങ്ങളാൽ, മനുഷ്യന്റെ സൽപ്രവർത്തികളാൽ ഇന്ന് മതങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത, സാധിപ്പിക്കുവാൻ കഴിയാത്ത പാപമോചനം, പാപക്ഷമ ഒരുവനെയുള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പൂർണ്ണ ദൈവമായി, പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചതിന് കാരണം ആലത്തൂർ ദേശമായി ഇന്ന് രാത്രിയിൽ നിങ്ങൾ തിരിച്ചറിയണം. എന്തിന് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു? ഞാനിങ്ങനെ പറയട്ടെ, താങ്കളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവത്തിനല്ലാതെ പാപം മോചിക്കുവാൻ ആർക്കും കഴിയുകയില്ല. സ്വർഗത്തിലെ ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി മനുഷ്യനായി ഇറങ്ങി വന്ന് താങ്കളുടെയും ഈ ലോകത്തിന്റെ പാപത്തെ മോചിപ്പിക്കുവാൻ വേണ്ടി, ക്ഷമിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്നു. ഇനി എങ്ങനെയാണ് അത് സാധിപ്പിച്ചത്? വിശദീകരിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവം അനുവദിച്ചാൽ വരുന്ന രാത്രികൾ കൂടുതൽ വിശദീകരിക്കാമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. എങ്ങനെയാ മോചിപ്പിച്ചത്? എങ്ങനെ പാപക്ഷമ വരുത്തി? എങ്ങനെ വീണ്ടെടുപ്പ് വരുത്തി? കാൽവറിയിലെ ക്രൂശിൽ 3 നാളുകളാൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് എന്റെയും നിങ്ങളുടെയും പാപത്തെ മോചിപ്പിക്കുവാൻ വേണ്ടിയാണ്. ക്രിസ്തു എന്നത് ദൈവത്വത്തെ വെളിപ്പെടുത്തുകയാണ്. യേശു അത് മനുഷ്യത്വത്തെ വെളിപ്പെടുത്തുകയാണ്. ദൈവ മനുഷ്യനായ യേശുക്രിസ്തു പാപത്തെ മോചിച്ച് നൽകുന്നവനാണ്. ദൈവം ഒരുക്കിയ രക്ഷ, ദൈവം തന്നെ പാപമോചനം വരുത്തി. അവൻ തന്നെ രക്ഷകനായി ഇറങ്ങി വന്നു. ഒരു വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം അതിന് 11-ാമത്തെ വാക്യം. ബൈബിളുള്ള പ്രിയപ്പെട്ടവരൊക്കെ അടിവരകിട്ട് വയ്ക്കേണ്ട ഒരു വാക്യമാണ് കേട്ടോ. യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായം അതിന് 11-ാമത്തെ വാക്യം. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവില്ല. ആലത്തൂർ ദേശമേ നിങ്ങൾ കേൾക്കണമേ, ഞാൻ സ്വർഗത്തിലെ ദൈവം പറയുകയാ, ഞാൻ തന്നെ ദൈവം, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവില്ല. ദൈവമല്ലാതെ ഒരു രക്ഷിതാവില്ല. യേശുക്രിസ്തുവല്ലാതെ ഒരു രക്ഷിതാവില്ല. യേശുക്രിസ്തുവല്ലാതെ ഒരു പാപവിമോചകനില്ല. യേശുക്രിസ്തുവല്ലാതെ ഒരു രക്ഷകനില്ല. യേശുക്രിസ്തുവല്ലാതെ ഒരു വീണ്ടെടുപ്പുകാരൻ ഇല്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യനിടയിൽ നൽകപ്പെട്ട ഏകനാമം അത് കർത്താവായ യേശുക്രിസ്തു മാത്രം. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ സകല പാപവും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ യേശുക്രിസ്തു ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നത് അവൻ രക്ഷിതാവായി തീരുവാനാണ്. ഞാനിങ്ങനെ പറയട്ടെ, യേശു കർത്താവ് ഉയർത്തിയ ചോദ്യം ഈ ആലത്തൂർ ദേശത്തോട്, ഈ പ്രാരംഭ രാത്രിയിൽ ഈ പന്തലിന് കീഴിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട്
ഈ ശബ്ദപരിധിക്കുള്ളിൽ വീടുകളിലിരുന്നും ഇരുട്ടിന്റെ മറവിലിരുന്നും ഒക്കെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ. യേശു ചോദിക്കുകയാ, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് യേശു ക്രിസ്തു ദൈവമാണ്, യേശു ക്രിസ്തു ദൈവമാണ്, തീരുന്നില്ല. യേശു ക്രിസ്തു ദൈവം മനുഷ്യനായി തീർന്ന രക്ഷിതാവാണ്. ആലത്തുദേശമേ, നിങ്ങൾ യേശുവിനെ ശരിയായ നിലയിൽ തിരിച്ചറിയണം, അറിയേണ്ട നിലയിൽ അറിയണം. യേശു കർത്താവ്, യേശു ക്രിസ്തു രക്ഷിതാവാണ്. ഇനി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി അറിഞ്ഞാൽ എന്താ നിനക്ക് ഭവിക്കുന്നത്? എന്ത് നിനക്കുണ്ടാകും? ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിനക്ക് പാപമോചനമുണ്ടാകും. ഇനി യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് തന്നെ പറഞ്ഞ ഒരു വാചകം ഇങ്ങനെയാ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഇന്ന് രാത്രിയിൽ ആലത്തുദേശമേ കേട്ടുകൊള്ളുക. യേശുക്രിസ്തുവിനെ നീ അറിഞ്ഞാൽ, ഏകസത്യദൈവമായ ദൈവത്തെ നീ അറിഞ്ഞാൽ, പുത്രനായിരിക്കുന്ന സത്യദൈവമായ യേശുക്രിസ്തുവിനെ നീ അറിയേണ്ട നിലയിൽ നീ അറിഞ്ഞാൽ, അവിടെ രേഖപ്പെടുത്തിയിരിക്കുക, അറിയുന്നത് തന്നെ നിത്യജീവൻ. അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന് വെച്ചാൽ നിത്യജീവൻ, ദൈവത്തിന്റെ ജീവൻ നിനക്ക് ലഭ്യമാകും. ഈ ലോകത്തെ ജീവിതമല്ല, ദൈവത്തോടൊപ്പമുള്ള ജീവിതം, ദൈവ പൈതലായ ഒരു ജീവിതം, ദൈവത്തോട് ചേർന്ന ഒരു കൂട്ടായ്മ അനുഭവിച്ചൊരു ജീവിതം തീരുന്നില്ല. ദൈവമക്കളായി തീരുന്നു, സ്വർഗത്തിൽ സ്ഥാനം ലഭിക്കുന്നു, സ്വർഗത്തിലെ പൗരത്വം ലഭിക്കുന്നു. മരണത്തിനപ്പുറം സ്വർഗത്തിൽ കർത്താവിനോട് കൂടെയുള്ള ഒരു ജീവിതം. സ്വർഗത്തിലെ ദൈവത്തെ, ഏകസത്യ ദൈവത്തെ നീ അറിഞ്ഞാൽ, അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നീ അറിഞ്ഞാൽ, അത് തന്നെ നിത്യജീവൻ. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, യേശുക്രിസ്തു ചോദിച്ച ആ ചോദ്യം, എന്നെ നിങ്ങൾ ആരെന്ന് പറയുന്നു? പത്രോസ് മറുപടിയായി പറഞ്ഞത്, താങ്കൾക്ക് ഇന്ന് രാത്രിയിൽ പറയുവാൻ കഴിയുമോ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അച്ചാൽ യേശു ക്രിസ്തു ആരാണ്? അവൻ സത്യദൈവമാണ്, തീർന്നില്ല. അവൻ പാപത്തിന് വിമോചനം വരുത്തുന്ന ഏകരക്ഷിതാവ്. ഈ ഉത്തരം നിനക്ക് പറയുവാൻ കഴിയുന്നുവെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു ശിമോൻ പത്രോസിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവന്റെ ഉത്തരത്തിന് മറുപടിയായി കർത്താവ് പറഞ്ഞു, മത്തായി 16-ന്റെ 17-ാമത്തെ വാക്യം, യേശു അവനോട് പറയുവാന്, ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയത്. ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, പിതാവ് തന്നെ ഇത് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ കാര്യം, ഈ വസ്തുത, ഈ യാഥാർത്ഥ്യം തുറന്നു പറയുവാൻ, ഇതറിയുവാൻ, ഇത് വിശ്വസിക്കുവാൻ കഴിയുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് യേശു കർത്താവ് പറയുകയാ, നീ ഭാഗ്യവാൻ. ശിമോനോട് പറയുകയാ, ശിമോനെ, നീ ഭാഗ്യവാൻ. എന്തുകൊണ്ടോ? ഈ സത്യം നീ അറിഞ്ഞു, യേശു ക്രിസ്തുവിനെ നീ അറിഞ്ഞു. അവനെ അറിയുന്നത് തന്നെ നിത്യജീവൻ, അവനെ അറിയുന്നത് തന്നെ പാപവിമോചനം. ഇന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ യേശുവിനെ ഒരു രക്ഷിതാവായി, പാപവിമോചകനായി നീ തിരിച്ചറിയുന്നുവെങ്കിൽ, നീ അംഗീകരിക്കുന്നുവെങ്കിൽ, നീ മനസ്സിലാക്കുന്നുവെങ്കിൽ, നിന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ദൈവം പറയുന്നു, നീ ഭാഗ്യവാൻ. സങ്കീർത്തനം 32-ന്റെ 1-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്കൊന്നിച്ചിങ്ങനെ പറയാം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവ പൈതലിനും പറയാം, ഞാനൊരു ഭാഗ്യവാന, ഞാനൊരു അനുഗ്രഹീതന, ഞാൻ ധന്യവനായി തീർന്നിരിക്കുകയാ. എന്താ കാരണം? എന്റെ പാപം മതത്തിന് നീക്കാൻ കഴിയാത്ത എന്റെ പാപം, ഈ ലോകത്തിന് നീക്കുവാൻ കഴിയാത്ത പാപം, ഈ ശാസ്ത്ര ലോകത്തിന് നീക്കുവാൻ കഴിയാത്ത പാപം, സ്വർഗത്തിലെ ദൈവം എന്റെ പാപത്തെ നീക്കി എനിക്കൊരു വീണ്ടെടുപ്പ് നൽകി, എനിക്കൊരു രക്ഷാവിനെ നൽകി. ഈ യേശു ക്രിസ്തുവിനെ ഞാൻ അറിയേണ്ട നിലയിൽ അറിഞ്ഞു. ഇന്ന് രാത്രിയിൽ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച ഈ വലിയ സത്യത്തെ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് ഇങ്ങനെ പറയാം, ഈ ലോകത്ത് എത്രയോ വിവേകികളുണ്ട്, എത്രയോ പഠിപ്പുള്ളവരുണ്ട്, എത്രയോ സമ്പന്നന്മാരുണ്ട്, എത്രയോ നേതാക്കന്മാരുണ്ട്. ഈ സമൂഹത്തിൽ ഉന്നതയിൽ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. കഴിവുള്ള ആളുകൾ, ഉന്നതത്തിൽ ജീവിക്കുന്ന ആളുകൾ, സമ്പത്തിൽ ജീവിക്കുന്ന ആളുകൾ, ലോക സുഖങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ.
എന്നാൽ ഇവർക്കൊന്നും അറിയുവാൻ കഴിയാത്ത ഈ വലിയ സത്യം എനിക്ക് വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നു. ദൈവം നമ്മെ നോക്കി പറയുക, രക്ഷിക്കപ്പെട്ട ദൈവം ജനത്തെ നോക്കി പറയുക, നീ ഭാഗ്യവാൻ. ഇന്ന് രാത്രിയിൽ ഇതുവരെയും യേശു ക്രിസ്തുവിനെ അറിയേണ്ട നിലയിൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശു നിന്നോട് വ്യക്തിപരമായി ചോദിക്കുക, ഈ യേശുവിനെ നീ ആരെന്ന് അറിയണം. ഇന്ന് രാത്രി നീ സമ്മതിക്കുമോ? യേശു ക്രിസ്തു ദൈവമാണ്. യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിലെ ക്രൂശിൽ എന്റെ പാപത്തിന് പരിഹാരം വരുത്തിയ രക്ഷകനാണ്, എന്റെ രക്ഷിതാവാണ് യേശു ക്രിസ്തു എന്ന് താങ്കൾ മനസ്സിലാക്കുന്നു, അറിയുന്നു എങ്കിൽ നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ ദൈവത്തോടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമോ? ഹൃദയത്തിൽ നിന്ന് ദൈവത്തോട് ഇങ്ങനെ ഒരു പ്രാർത്ഥന, ദൈവമേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് പരിഹാരം കാൽവറിയിലെ ക്രൂശിൽ യേശു ക്രിസ്തു വരുത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ അങ്ങയുടെ മകളാക്കി തീർക്കണമേ. ഈ പ്രാർത്ഥന നിങ്ങൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പാപം ദൈവം മോചിപ്പിക്കും, നിങ്ങൾ ദൈവമക്കളായി തീരും. ഒരുപക്ഷെ ഇരുട്ടിന്റെ മറവിൽ നിന്നുകൊണ്ട് എന്നെ ആർക്കും വേണ്ട, ഞാൻ ഒന്നിനും കൊള്ളുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വലിയ കൊടിയ പാപി എന്നൊക്കെ താങ്കൾ പറഞ്ഞാലും ഈ യേശു കർത്താവ് നിന്നെ വേണം. നിന്റെ ജീവിതത്തിന് പരിവർത്തനം നൽകുവാൻ സാധിക്കും. ആ കർത്താവ് നിന്നെ ക്ഷണിക്കുകയാണ്, നീ യേശുവിനെ അറിയുകയാണ്. ഇനി യേശു ക്രിസ്തുവിനെ അറിഞ്ഞ രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് ഒരു വാക്ക് ഞാൻ പറയട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഒരു വസ്തുതയുണ്ട്. എനിക്ക് യേശുവിനെ അറിയണം എന്ന് അവിടെ പറയുന്നത്, യേശുവിനെ കുറിച്ച് ധാരാളം പൗലോസ് മനസ്സിലാക്കി. രക്ഷിക്കപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ഈ യേശുവിനെ അടുത്തറിയുക, തിരുവചനത്തിലൂടെ അടുത്തറിയുക, അവനുമായി സമയം ചെലവഴിച്ച് അടുത്തറിയുക, പ്രാർത്ഥനയിൽ സമയം വർദ്ധിപ്പിച്ച് യേശുവിനെ അടുത്തറിയുക, കൂട്ടായ്മ ബന്ധത്തിൽ വർദ്ധിച്ചു വന്ന് യേശുവിനെ കൂടുതൽ അടുത്തറിയുക. കർത്താവ് നമ്മെ ഇന്ന് രാത്രിയിൽ സഹായിക്കട്ടെ. യേശുവിനെ അറിഞ്ഞവർ അവനെ കൂടുതലായി അറിയുക. യേശുവിനെ അറിയേണ്ട നിലയിൽ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശു ഇന്ന് രാത്രി താങ്കളുടെ ഹൃദയത്തോട് ചോദിക്കും. പത്രോസിനോട് ചേർന്ന് താങ്കൾക്ക് ഇങ്ങനെ പറയാമോ? യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, ദൈവം അവന്റെ രക്ഷിതാവ്. ഇത് പറയുന്നുവെങ്കിൽ